everyone. Welcome to Exam Hunt channel. Exam Hunt in the video, we will discuss reading comprehension practice questions. Okay. That is objective paper, descriptive paper, we will help you 4 passages in the practice session. We will video. Model questions. We High Court Assistant previous year questions, previous year question paper, editted 4 passages we video analyze. Okay, now we High Court Assistant February 27th expect less than 2 weeks. അപ്പോൾ ഉള്ള സമയത്തിൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് എല്ലാ പോർഷൻ നമുക്ക് കവർ ചെയ്യാൻ നോക്കണം. ഓക്കെ, ആൻഡ് ഏറ്റവും വലിയ കീ ടു സക്സസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതും അത് തീർച്ചയായിട്ടും ഉണ്ട്, കവർ ചെയ്യണം സിലബസ് ഒക്കെ. അതിനോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന കോൺസെപ്റ്റ് ആണെങ്കിൽ പോലും അതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, വൊക്കാബുലറി ആവട്ടെ, ഇപ്പോൾ എസ്സേ റൈറ്റിംഗ് ആവട്ടെ, പ്രേസി റൈറ്റിംഗ് ആവട്ടെ, റീഡിംഗ് കോംപ്രിഹെൻഷൻ ആവട്ടെ, നമുക്ക് അറിയാം, കോൺസെപ്റ്റ് അറിയാം എന്ന് കരുതി അടച്ചു വെക്കരുത്. തീർച്ചയായിട്ടും നമ്മളത് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. തീർച്ചയായിട്ടും നമ്മളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു പാസേജസ് 4 പാസേജസ് നമ്മൾ ഈ വീഡിയോയിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപ് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഡിസ്ക്രിപ്റ്റീവിന്റെ 3 കാര്യങ്ങളും, അതായത് ട്രേസി, റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഷോർട്ട് എസ്സേ, 3 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ റീഡിംഗ് കോംപ്രിഹെൻഷന്റെ ടിപ്സ് ആൻഡ് സ്ട്രാറ്റജീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ട് ഇതിലെ പാസേജസ് എന്റെ കൂടെ ആൻസർ കണ്ടുപിടിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ട് അതിന്റെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഈ വീഡിയോയിലേക്ക് വരാം, ഈ പാസേജസ് കാണാം. എന്നോടൊപ്പം തന്നെ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കി ഒരുമിച്ച് തന്നെ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ഗോയിങ് ടു ബി എ ഇൻട്രസ്റ്റിംഗ് സെഷൻ. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. So the first passage നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതാണ്. ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കാം. അതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന ഒരു പാസേജ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുമിച്ച് തന്നെ ഇതൊന്ന് വായിച്ചു നോക്കി ഇതിന്റെ ക്വസ്റ്റ്യൻസ് എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊന്ന് നോക്കി നോക്കാം. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ആ ടിപ്സ് ആൻഡ് ട്രിക്സിലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത്. മനസ്സിൽ വായിക്കാം അല്ലെ, നമുക്ക് ഒരുപാടൊന്നും സമയം കിട്ടില്ലായിരിക്കും. പക്ഷെ കിട്ടുന്ന സമയത്തിൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓരോരുത്തർക്കും സൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് നമുക്ക് അവലംബിക്കാം. എങ്ങനെ ക്വസ്റ്റ്യൻസ് വായിച്ചതിന് ശേഷം പാസേജിലേക്ക് വന്നിട്ട് അത് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അതല്ലെങ്കിൽ തന്നെ ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു, നമ്മൾ പാസേജ് കാണുമ്പോൾ തന്നെ ഒന്ന് സ്കിം ആൻഡ് സ്കാൻ ചെയ്ത് കീ വേർഡ്സ് ഒന്ന് കണ്ടുവെച്ച് പോവുക, എന്നിട്ട് ക്വസ്റ്റ്യൻസ് നോക്കി തിരിച്ചു വരിക. ഓക്കെ, ഇനി അതല്ലെങ്കിൽ തന്നെ ഈ ഫസ്റ്റ് പാസേജ് വായിച്ച് ആൻസർ ചെയ്യുക, അങ്ങനത്തെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. അപ്പൊ എന്റെ കൂടെ ഒന്ന് നിങ്ങൾ വായിച്ചോളൂ. ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എക്സാം ഹാളിൽ നിങ്ങൾ ഈ ഒരു ഒന്ന് ചെവി പതുക്കുന്ന ഈ ഒരൊറ്റ ഇയർ ഒന്ന് ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിച്ച് ഒന്ന് മനസ്സിൽ വായിക്കുകയാണെങ്കിൽ, ആൻഡ് വായിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു മോഡുലേഷനും ഒക്കെ വെച്ച് വായിക്കുകയാണെങ്കിൽ ഒരൊറ്റ തവണ വായിച്ചാൽ മതിയാവും. നമുക്ക് പെട്ടെന്ന് അതിന്റെ മീനിങ് കണക്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ കുറെ ഇങ്ങനെ വായിച്ചു പോകും, പക്ഷെ ഇതെന്താ അത് കുറെ സംഗതികളുണ്ട്, ഇതിന്റെ വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ നമുക്ക് കിട്ടാതെ മാറി നിൽക്കും. അപ്പൊ അങ്ങനെ ചെയ്യാതെ ആ പാസേജിനെ നമ്മുടെ സ്വന്തമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുക. ഫസ്റ്റ് പാസേജ് നമുക്ക് വായിക്കാം. As for us, we are quite fortunate, luckier than millions of people. It's quiet and safe here, and we are using our money to buy food. We are so selfish that we talk about after the war and look forward to new clothes and shoes, when actually we should be saving every penny to help others when the war is over, to salvage whatever we can. നോക്കിക്കോ, എന്തിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്? നമുക്ക് മനസ്സിലായി, ആഫ്റ്റർ ദ വാറിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ ഇവിടെ വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ ഓഥർ എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് ഈ വാറിൽ മരിക്കുന്ന എത്രയോ പേരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. ലക്കിയർ ദാൻ മില്യൺസ് ഓഫ് പീപ്പിൾ. ഇറ്റ് ഇസ് ക്വയറ്റ് ആൻഡ് സേഫ് ഹിയർ. നമുക്ക് ഫസ്റ്റത്തെ സെന്റൻസിൽ ഒരു ക്വയറ്റ് വരുന്നുണ്ട്, സെക്കൻഡ് സെന്റൻസിലും ഒരു ക്വയറ്റ് വരുന്നുണ്ട്. അതിന്റെയൊക്കെ ഡിഫറൻസ് പിന്നീട് നമുക്ക് ക്വസ്റ്റ്യൻസിൽ വരും. ഓക്കെ, നൗ
We are so selfish that we talk about after the war and look forward to new clothes and shoes. അതായത് ഈ യുദ്ധം അവസാനിച്ചിട്ട് വേണം പുതിയ വസ്ത്രങ്ങളും ഒക്കെ വാങ്ങിക്കാൻ എന്നാണ് നമ്മൾ കരുതുന്നത്. നമ്മൾ അത്രയും സെൽഫിഷ് ആണ്. പക്ഷേ ഈ സമയം നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? വി ഷുഡ് ബി സേവിങ് എവറി പെനി ടു ഹെൽപ്പ് അതേഴ്സ് വെൻ ദ വാർ ഇസ് ഓവർ. അല്ലെ, ഇതിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് യുദ്ധം കഴിഞ്ഞ് ജീവിക്കാൻ വേണ്ടുന്ന വക കളക്ട് ചെയ്യാൻ, അല്ലെ, നമുക്ക് കഴിയാവുന്ന അത്രയും പണം നമുക്ക് സ്വരുക്കൂട്ടാമായിരുന്നു. പക്ഷെ നമ്മൾ അത് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, മീനിങ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം എന്താ വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻസിൽ വരും. ആ സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നൗ ഐ വിൽ ജസ്റ്റ് റീഡ്. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു മോഡുലേഷനിൽ അത് വായിച്ച് അർത്ഥം മനസ്സിലാവുന്നത് നോക്കുക കേട്ടോ. The children in this neighborhood run around in their shirts and wooden shoes. They have no coats, no caps, no stockings, and no one to help them. Okay? Gnawing on a carrot to still their hunger pangs, they walk from their cold houses through cold streets to an even colder classroom. Things have gotten so bad in Holland that hordes of children stop passers-by in the streets to beg for a piece of bread. I could spend hours telling you about the suffering the war has brought, but I would only make myself, noku I apostrophe b ennallathu I would ennalladana ട്ടോ. I would only make myself more miserable. All we can do is wait as calmly as possible for it to end. It endaana the war to end. Jews and Christians alike are waiting. The whole world is waiting, and many are waiting for death. Okay, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കും അതിന്റെ ഒരു മൂഡ്, ആ ഒരു പാസേജിന്റെ മൂഡ് എന്താണ്, ഓഥർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ദ തീസിസ് ഓഫ് ദി ഓഥർ, ആൻഡ് ഇത് ആ ഒരു സെറ്റിംഗ് എന്താണ്, ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലായി. ആരെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. First question. We are quite fortunate. Pick another word from the options given to replace quite. എന്താ അതിന്റെ അർത്ഥം? ക്വസ്റ്റിന്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കണേ ശരിക്കും. ആ പാസേജിൽ നിന്ന് ഒരു സെന്റൻസ് ഇവിടെ ലിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. We are quite fortunate. Okay. Pick another word. ഈ താഴത്തുന്ന ഓപ്ഷൻസിൽ നിന്ന് ഈ ക്വയറ്റ് എന്ന വാക്കിനെ സിനോണിം ആയിട്ടുള്ള ഒരു വേർഡ്, അതായത് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡ് കണ്ടുപിടിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് ഏത് ക്വയറ്റ് ആണ്? ഞാൻ ആദ്യം തന്നെ പാസേജ് വായിച്ചപ്പോൾ 2 ക്വയറ്റുകളെ പറ്റി പറഞ്ഞിരുന്നു അല്ലേ. ദാ ആസ് ഫോർ us we are quite fortunate. എന്താ ഈ ക്വയറ്റ്? എന്തിനാ അവിടെ അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്? ക്വയറ്റ് എന്നുള്ള വാക്ക് ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് ഇവിടെ നടത്തുന്നത്. ഓക്കെ, വി ആർ ക്വൈറ്റ് ഫോർച്ചുനേറ്റ്, വിച്ച് മീൻസ് നമ്മൾ അത്ര ഫോർച്ചുനേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് ഫോർച്യൂണിനെ നമ്മൾ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്തിട്ടാണല്ലോ പറയാൻ പറ്റുള്ളൂ അല്ലെ. കമ്പയറിംഗ് ടു ദോസ് ഹു ഹാവ് ലോസ്റ്റ് ദെയർ ജോബ്സ് ഐ എം ക്വൈറ്റ് ഫോർച്ചുനേറ്റ്, ഏറെക്കുറെ എന്നാണ് ഈ ക്വൈറ്റിന്റെ അർത്ഥം. അപ്പൊ ഏതായിരിക്കും? ഓപ്ഷൻ എ നെവർ, നൈദർ, ദെൻ സി റാദർ, ഡി ക്വയറ്റ്. Q-U-I-E-T. Q-U-I-E-T is quiet. Be quiet. അല്ലേ? ഈ പാസേജിൽ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ക്വയറ്റ് ആൻഡ് സേഫ് ഹിയർ. ഓഥർ ഉൾപ്പെടുന്ന ഒരു എന്താ പറയാ ക്ലാസ് ഓഫ് പീപ്പിൾ ജീവിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ സേഫും ക്വയറ്റുമാണ്. അവിടെ വാറിൻ്റെതായിട്ടുള്ള, യുദ്ധത്തിൻ്റെതായിട്ടുള്ള ടെൻഷൻസ് കാര്യമായിട്ടില്ല. ആൻഡ് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? അവരുടെ കയ്യിലുള്ള പൈസ കൊണ്ട് അവർക്ക് ഭക്ഷണം വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. അതുകൊണ്ടാണ് മറ്റ് ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഏറെക്കുറെ ഫോർച്ചുനേറ്റ് ആണ്, ഭാഗ്യവാന്മാരാണെന്ന് ഓഥർ പറയുന്നത്. സോ വി ഗോട്ട് ദി ആൻസർ ആൻഡ് ദാറ്റ് ഇസ് സി റാദർ. റാദർ മീൻസ് എന്താ പറയാ, മറ്റൊരാളെ കമ്പയർ ചെയ്യുമ്പോൾ മോർ ഓർ ലെസ് എന്നാണ് അർത്ഥം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോമെന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ സ്പീക്കർ ക്ലെയിം ടു ബി സെൽഫിഷ്? താൻ സെൽഫിഷ് ആണെന്ന് സ്പീക്കർ പറയാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, അങ്ങനെ പറയുന്നുണ്ടോ? എന്താ പറയുന്നത് നോക്കിയേ. ആ പാസേജിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. ഇവിടെ പറയുന്നുണ്ട്, വി ആർ സോ സെൽഫിഷ് ദാറ്റ് വി ടോക്ക് അബൌട്ട് ആഫ്റ്റർ ദി വാർ ആൻഡ് ലുക്ക് ഫോർവേഡ് ടു ന്യൂ ക്ലോത്ത്സ് ആൻഡ് ഷൂസ് when actually we should be saving every penny to help others when the war is over, to salvage whatever we can.
മനസ്സിലായോ? ഇപ്പൊ നമുക്ക് ഇതിനെ കൊറോണ സിറ്റുവേഷനുമായിട്ട് കമ്പയർ ചെയ്യാവുന്നതാണ്. കൊറോണയിൽ നമുക്കറിയാം എന്താ പറയാ മൈഗ്രേറ്റ് ചെയ്യുന്ന എത്രയോ തൊഴിലാളികൾ അല്ലെ, അവർ മരിക്കുകയുണ്ടായി. പക്ഷെ നമ്മൾ എന്താണ് ഇപ്പൊ ഒരുവിധം ഡെയിലി ബ്രെഡ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ സംബന്ധിച്ച് കൊറോണ കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യാം, അതിൽ പല ആൾക്കാരാണെങ്കിൽ ട്രിപ്പ് പോകുന്നതിനെ പറ്റിയും ഒക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പല ആൾക്കാരും എന്താ പറയാ സമൂഹത്തിന്റെ പല തട്ടുകളിൽ നിൽക്കുന്ന ആൾക്കാരെ കൊറോണ ബാധിച്ചത് പല രീതിയിലാണ് അല്ലെ. അപ്പൊ അതേപോലെ തന്നെയാണ് ഈ യുദ്ധം എന്നുള്ളത് പല ആൾക്കാരെ പല രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത്. പക്ഷെ ഈ പറയുന്ന ഒരു എന്താ പറയാ അപ്പർ മിഡിൽ ക്ലാസ്സോ ഒക്കെ ആയിട്ടുള്ള ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർ എന്താണ് ചെയ്യുന്നത്, ആഫ്റ്റർ വാർ, ബിക്കോസ് ദേ ആർ ഷുവർ ദാറ്റ് ദേ വിൽ സർവൈവ് ദ വാർ. അതുകൊണ്ടാണല്ലോ യുദ്ധം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാം എന്നുള്ളതിനെ പറ്റി അവർ ചിന്തിക്കുന്നത്. പക്ഷെ ആ സമയത്ത് അവർ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണമായിരുന്നു, ഈ മറ്റ് സർവൈവേഴ്സിനെ തങ്ങളെക്കാൾ എന്താ പറയാ ഫോർച്ചുനേറ്റ് അല്ലാത്ത താഴേക്കിടയിൽ നിൽക്കുന്നവരെ സഹായിക്കാനുള്ള പണം സ്വരുക്കൂട്ടണമായിരുന്നു. അത് തങ്ങൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ തങ്ങൾ ആരാണ്, സ്വാർത്ഥരാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ ഇവിടെ ഓപ്ഷൻസ് നോക്കൂ. ദ സ്പീക്കർ ഹാസ് ബോട്ട് ന്യൂ ക്ലോത്ത്സ് ആൻഡ് ഷൂസ്. സ്പീക്കർ പുതിയ വസ്ത്രങ്ങളും ഷൂസും വാങ്ങിച്ചത് കൊണ്ടാണോ? ഇവിടെ ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ വളരെ എളുപ്പമാണെന്ന് വിചാരിക്കുന്നവർക്കുള്ളൊരു സംഗതിയാണിത്. നമുക്ക് പല ക്വസ്റ്റ്യൻസും ഇങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻസ് ഒക്കെ ഏതാണ്ട് വളരെ എന്താ പറയാ അടുത്ത് നിൽക്കുന്നുവല്ലോ നമുക്ക് തോന്നും. അതായത് പാസേജ് വായിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള വേർഡ്സും സെന്റൻസസും ആണ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് തരിക. അതുകൊണ്ട് കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, സോ ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണോ, ദ സ്പീക്കർ ഹാസ് ബോട്ട് ന്യൂ ക്ലോത്ത്സ് ആൻഡ് ഷൂസ് എന്നുള്ളത് കൊണ്ടാണോ? The speaker has forgotten about the war എന്നുള്ളതുകൊണ്ടാണോ? No, he hasn't forgotten about the war because he is talking at length about war only. Then C, he or she thinks the war will never end. യുദ്ധം അവസാനിക്കില്ല എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണോ അങ്ങനെ പറയുന്നത്? സ്പീക്കർ സെൽഫിഷ് ആണെന്ന് പറയുന്നത്? അങ്ങനെ ഒരു കാര്യത്തെ പറ്റി അവിടെ പറയുന്നില്ല അല്ലെ. Then option D is she or he is not saving money to help others. ചടാങ് അല്ലെ, നമ്മുടെ ഉത്തരം ദ ഓപ്ഷൻ ഡി ആണ് കിടക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് ആർ ആൻസർ. നമ്മൾ സേവ് ചെയ്യുന്നില്ല, മറ്റുള്ളവരുടെ ജീവിതം സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ നമ്മൾ സ്വരുക്കൂട്ടുന്നില്ല, അതുകൊണ്ട് തങ്ങൾ സ്വാർത്ഥരാണ് എന്നാണ് സ്പീക്കർ പറയുന്നത്. Now, question number 3. The word salvage towards the end of the first paragraph means. Salvage, salvage. Okay, അതെവിടെ വരുന്നു നോക്കി നോക്കിയാലോ. ഇതാ ഫസ്റ്റ് പാരഗ്രാഫിന്റെ എൻഡ് ഇതാണ്. We are so selfish that we talk about, അത് നമ്മൾ വായിച്ചു, when actually we should be saving every penny to help others when the war is over, to salvage whatever we can. എന്താണ് ഈ സാൽവേജിന്റെ അർത്ഥം? സാൽവേജ് റെസ്റ്റോർ ചെയ്യുക. ഓക്കെ, റെസ്റ്റോർ ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ ഒരു വാക്ക് ഇവിടെ വരുന്നുണ്ടോ നോക്കിയ ഓപ്ഷൻസിൽ. എന്താ റെസ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നഷ്ടപ്പെട്ടുള്ളത് അത് തിരിച്ച് കൊണ്ടുവരിക. ഇതിനാണ് സാൽവേജ് എന്ന് പറയുന്നത്. പഴയ പടിയാക്കുക. കവർ, റിക്കവർ, ഫൈറ്റ്, ഫിയർ. അപ്പൊ എന്താണ്? ഓഫ് കോഴ്സ് ദ ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ടു റിക്കവർ അല്ലെ, റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഈ ഓരോ പെന്നിയും നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what do the children in the neighborhood lack most? What do the children in the neighborhood lack most? ഈ പറയുന്ന ഓതറിന്റെ നെയ്ബർഹുഡിലുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇല്ലായ്മ അനുഭവിക്കുന്നത് എന്തിലാണ് എന്നാണ് ചോദിക്കുന്നത്. ഫുഡാണോ, ക്ലോത്ത്സ് ആണോ, സ്കൂളാണോ എന്നൊക്കെയാണ് ചോദ്യം. നോക്കൂ, the children in this neighborhood run around in their shirts and wooden shoes. So they have their clothes, അല്ലെ? So they have clothes. They are properly clothed. Properly clothed എന്ന് അത്രയും പറയാൻ പറ്റില്ല, ബിക്കോസ് എത്രയായാലും അവർക്ക് ഇതാ നെക്സ്റ്റ് സെന്റൻസിൽ പറയുന്നത് they have no coats, no caps, no stockings and no one to help them. അതും പറയുന്നുണ്ട്. എന്താണ് ഇവിടെയുള്ള വിന്ററിനെ, ആ ഒരു കാലാവസ്ഥയെ പ്രതിരോധിക്കാനുള്ള അത്രയും ക്ലോത്ത്സ് ഒന്നും അവർ ധരിച്ചിട്ടില്ല. ഓക്കെ എന്ന് പറയുന്നുണ്ട്. Now, knowing on a carrot to still their hunger pangs,
They walk from their cold houses through cold streets to an even colder classroom. Things have അപ്പോൾ സ്കൂളിലേക്കും അവർ പോകുന്നുണ്ട് അല്ലേ? Things have gotten so bad in Holland that hordes of children stop passers-by in the streets to beg for a piece of bread. There lies our answer. To beg for a piece of bread. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് അവർ ഏറ്റവും കൂടുതൽ ലാക്ക് ചെയ്യുന്നത്? എന്താണ്? തീർച്ചയായിട്ടും food. They lack food the most. So much so that they have to stop the passers-by, to beg for a piece of bread. അതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലാക്ക് ചെയ്യുന്നത് എന്താണ്? ഫുഡാണ്. നമുക്ക് മറ്റ് ആൻസേഴ്സ് ഒക്കെ നമുക്കത് പ്ലോസിബിൾ ആണല്ലോ എന്ന് തോന്നും. പക്ഷെ അത് ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഒറ്റ ഉത്തരം മാത്രമാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് എന്ന് മനസ്സിലാവും. അപ്പൊ കുറച്ചൊരു പേഷ്യൻസ് കാണിക്കുക. അല്ലാണ്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ട് നേരെ ആ പാസേജിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്ന ഉത്തരം ആയിരിക്കണമെന്നില്ല എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നൗ fifth question is, the initial letter in the word no is pronounced as in, മനസ്സിലായല്ലോ? അത് നോയിങ് ഓൺ ദ ക്യാരറ്റ് എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് പാരഗ്രാഫിന്റെ സെക്കൻഡ് ലൈൻ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഐ ഓൾറെഡി പ്രൊനൗൺസ്ഡ് ഇറ്റ്, ബട്ട് ഒന്ന് നോക്കി നോക്കൂ. GNAW എന്നുള്ള വാക്ക്, അതിൽ G എന്നുള്ള സൗണ്ട്, അതിൽ സൗണ്ട് എങ്ങനെയാണ് വരുന്നത്? ഗ്രേറ്റിലെ ഗ സൗണ്ട് ആണോ? ജെന്റിലെ ജ സൗണ്ട് ആണോ? സിങ്ങിലെ ങ സൗണ്ട് ആണോ? സൈനിലെ സൗണ്ട് ഇല്ലായ്മയാണോ? സൈലന്റ് ആണ് അല്ലെ? സൈൻ എന്നുള്ള വാക്കില് ജി സൈലന്റ് ആണ്, സൈൻ എന്നാണ് വരുന്നുള്ളൂ. സൈഗിന് അല്ലെങ്കിൽ സൈങ്ങിന് അങ്ങനൊന്നും വരുന്നില്ല, സൈൻ എന്നേ വരുന്നുള്ളൂ. ജി ഇസ് സൈലന്റ്. അപ്പം ഇതിൽ ഏത് രീതിയിലാണ് ജിയിലെ ഗ എന്നുള്ള ഒരു ലെറ്റർ എങ്ങനെയാണ് സൗണ്ട് ചെയ്യുന്നത്? ഈ പറഞ്ഞ GNAW എന്നുള്ള വാക്ക്, ഓക്കെ, അതെന്താണ്? പൊതുവെ നമ്മൾ ഈ എലി ഭക്ഷണം കഴിക്കുന്ന രീതി ഉണ്ടല്ലോ, എലി കരണ്ട് തിന്നുക എന്നുള്ളൊരു എന്താ പറയാ, ആ ഒരു സംഗതി കാണിക്കാനാണ് ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ നോയിങ് ഓൺ ക്യാരറ്റ് എന്ന് പറഞ്ഞ ചെറിയ ക്യാരറ്റിന്റെ കഷ്ണമായിരിക്കും ഈ കുട്ടികൾക്ക് തെറ്റിണ്ടാവുക. അത് എലി കരളുന്നത് പോലെ ഇങ്ങനെ പതിയെ കടിച്ച് കഴിക്കുകയാണ്. മറ്റൊരു എഡിബിൾ ആയിട്ടുള്ള മറ്റ് പ്രോപ്പർലി കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡൊന്നും അവർക്ക് അവൈലബിൾ അല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, സൈൻ. നോ എന്നാണ് പറയുന്നത്. ഗ്നോ എന്ന് പറയുന്നില്ല, ജ്നോ എന്ന് പറയുന്നില്ല, ങ്നോ എന്ന് പറയുന്നില്ല. ഇറ്റ് ഇസ് നോ, വേർ ദ ജി ഇസ് സൈലന്റ്. Now to the next question. The word still in the expression to still their hunger is, okay, എന്താണ് അവിടെ പറയുന്നുണ്ട്? എന്താണ് ഈ ക്യാരറ്റ് പതിയെ കരണ്ട് തിന്നുകയാണ് കുട്ടികൾ ചെയ്യുന്നത്. എന്തിന്? ടു സ്റ്റിൽ their hunger. അവിടെ ഈ സ്റ്റിൽ എന്നുള്ള വാക്ക് ഏത് പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഫോമിലാണ് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ജനറലി സ്റ്റിൽ എന്നുള്ള വാക്ക് നമ്മൾ എപ്പോഴാണ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, നിങ്ങൾക്ക് ആൻസർ എൻ്റെ ഒപ്പം ആൻസർ ചെയ്യുന്നവര് ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ നോക്കിക്കോളൂ. ഞാൻ പറയാം, ഈ സ്റ്റിൽ എന്നുള്ള വാക്ക് പൊതുവെ ആഡ്വേർബ് ഓഫ് ടൈം ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? സ്റ്റിൽ ആഡ്വേർബ് ആയിട്ടാണ് യൂസ് ചെയ്യാറ്. ബട്ട് ഹിയർ ലുക്ക് അറ്റ് ദ ഫ്രേസ് ടു സ്റ്റിൽ their hunger. ടു സ്റ്റിൽ their hunger, അവരുടെ വിശപ്പ് ശമിപ്പിക്കാൻ, നിർത്താൻ എന്നാണ് അർത്ഥം. അപ്പൊ ഈ സ്റ്റിൽ എന്ത് ഫോമിലാണ് വരുന്നത്? അതൊരു നൗൺ ആയിട്ടാണോ, വേർബ് ആയിട്ടാണോ, ആഡ്വേർബ് ആയിട്ടാണോ, അഡ്ജക്റ്റീവ് ആയിട്ടാണോ വരുന്നത്? ഞാൻ നിങ്ങളെ ഓർമ്മയൊന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി പറയാം. നൗൺ എന്ന് പറയുന്നത് എന്താണ്? നാമമാണ്. വിച്ച് ക്യാൻ ബി ദ നെയിം ഓഫ് എ പേഴ്സൺ, എ പ്ലേസ്, അല്ലെ? ഇതൊക്കെയാണ് എന്തായിട്ട് വരിക? നൗൺ ആയിട്ട് വരിക. ആഡ്വേർബ് ആണെങ്കിൽ എന്താണ്? ദാറ്റ് വിച്ച് ദ വേർഡ് ദാറ്റ് ക്വാളിഫൈസ് വേർബ്, ക്രിയാവിശേഷണമാണ് ആഡ്വേർബ് അല്ലെ? ഒരു ആക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ നടന്നു, എവിടെ നടന്നു, എപ്പോഴാണ് നടന്നത് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ആയിട്ടാണ് എന്ത് വരിക? ആഡ്വേർബ് വരിക. ഓക്കെ, ഞാൻ ഐ ക്യാൻ റിപ്പീറ്റ് ഇറ്റ്. ഐ വിൽ റിപ്പീറ്റ് ഇറ്റ്. ആഡ്വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ, അല്ലെ? ഹൗ ഡിഡ് an action take place, where did it take place, when did it take place എന്നുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ആയിട്ടാണ് ആഡ്വേർബ്സ്, ക്രിയാവിശേഷണങ്ങൾ വരിക. അത് ഓർത്ത് വെക്കാം. ഇനി ആഡ്ജക്റ്റീവ് ആണെങ്കിൽ എങ്ങനെയാ? a word that qualifies noun, അല്ലെ? നാമവിശേഷണമാണ്. അപ്പൊ അതെങ്ങനെയാണ്? അത് ആ ഒരു നൗൺ അതെങ്ങനെയാണ്? വാട്ട് കൈൻഡ്, എത്ര എണ്ണം എന്നൊക്കെ ഉള്ളതിന്റെ ഉത്തരമായിട്ടാണ് എന്ത് വരിക? ആഡ്ജക്റ്റീവ് വരിക. സോ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, വേർബ്, ടു സ്റ്റിൽ their hunger. അവിടെ ഒരു ആക്ഷൻ ആണ്, നമ്മുടെ ഹങ്കറിനെ നിർത്തുക. ഇതൊരു ആക്ഷൻ ആണല്ലോ, അതുകൊണ്ടാണ് ഇവിടെ വേർബിന്റെ പൊസിഷനിലാണ് സ്റ്റിൽ എന്നുള്ള വാക്ക് വരുന്നത്. Now
The word pangs indicates. Pangs. Okay. Pang എന്നുള്ള വാക്ക് നമ്മൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ടൈം ആണോ ഡിനോട്ട് ചെയ്യുന്നത്? അതോ വെതർ ആണോ? കാലാവസ്ഥ, ഫീലിങ്സ്, ബ്രെഡ്. ഈ പാങ് എന്നുള്ള വാക്ക് നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുള്ളൊരു മലയാളം പാട്ടുണ്ട് അല്ലെ? നമുക്ക് പാടാം എന്നുള്ളൊരു മലയാളം പാട്ടില് കോറസിന്റെ സെക്ഷനിൽ വരുന്നൊരു ലൈൻ ഉണ്ട്. ലെറ്റ് us sing the song of love. അതുപോലെ let us share the pangs of love. അപ്പൊ എന്തായിരിക്കും? let us share the time of love എന്നാണോ? വെതർ ആണോ? ബ്രെഡ് ആണോ? ഫീലിങ്സ് ഓഫ് ലവ് ആണോ? എന്തായിരിക്കും? ഇത് പാസേജിൽ എങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വരാം പെട്ടെന്ന്. ഓക്കെ, താങ്ക്സ്. എവിടെയാണ് താങ്ക്സ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? Knowing on a carrot to still their hunger pangs എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഹങ്കർ പാങ്സ്. ഓക്കെ, അപ്പൊ അതെന്താണ്? ടൈം എന്നാണോ? ബ്രെഡ് എന്നാണോ? വെതർ എന്നാണോ? അതോ ഫീലിങ്സ് എന്നാണോ? The feeling of hunger. Okay, the answer is option C, feelings. പാങ് എന്നുള്ളതിനെ ഒരു സഡൻ ആയിട്ടുള്ള ഒരു ഇമോഷൻ എന്നും നമുക്ക് വിചാരിക്കാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതാണ്. സഡൻ ഇമോഷൻ ഓഫ് ജോയ് ഓർ സോറോ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പാങ്സ് എന്ന വാക്ക് ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ഫീലിങ്സ് ആണ്. Now, 8th question. What according to the speaker is the only course of action? അതായത് according to the passage, ആ പാസേജിനെ സംബന്ധിച്ചിട്ട് ആ സ്പീക്കർ എന്താണ് പറയുന്നത്? എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ഷൻ? ഓക്കെ, നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ വാർ, ദെൻ ടു വെയിറ്റ്, ടു ഹേറ്റ്, ടു ബെഗ്. എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ എന്താ പറയുന്നത്? നമുക്ക് അറിയാം, ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി പാസേജ് ദി ഓഥർ ഇസ് ആക്ച്വലി സെയിങ് എന്താണ്? ഓൾ വി ക്യാൻ ഡു ഇസ് ടു ഫൈറ്റ് എന്നാണോ പറയുന്നത്? അല്ല, ടു വെയിറ്റ് till it ends എന്ന് പറഞ്ഞു. ഞാനത് വായിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഇറ്റ് എന്നുള്ളത് അവിടെ വാറിനെയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ? സോ ഓൾ വി ക്യാൻ ഡു ഇസ് ടു വെയിറ്റ് till the war is over എന്നാണ് ആൻസർ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ടു വെയിറ്റ്. Now, why are Jews and Christians mentioned in the last sentence? Jewsനെയും ക്രിസ്ത്യൻസിനെയും മെൻഷൻ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് സെന്റൻസിൽ. അത് എന്തായിട്ടാണ് അവിടെ പറയുന്നത്? Again, we'll go back to the passage. See, all we can do is wait as calmly as possible for it to end. Then comes the sentence. Jews and Christians alike are waiting. The whole world is waiting and many are waiting for death. എന്ന് പറയുന്നുണ്ട്. ബട്ട് ആ ഇനീഷ്യൽ ഭാഗത്ത് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? എന്തിനാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്? അപ്പോൾ ജ്യൂസും ക്രിസ്ത്യൻസും ഒരുപോലെ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ അവർ എന്തിനാണ് ആ ഒരു സെന്റൻസിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതാണ് ചോദ്യം അല്ലെ? അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. Jews and Christians are on opposite sides of the war. വാറിന്റെ രണ്ട് സൈഡിലാണ് ജ്യൂസും ക്രിസ്ത്യൻസും ഉള്ളതെന്നാണോ പറഞ്ഞിരിക്കുന്നത്? Jews and Christians are fighting against each other in the war എന്നാണോ പറഞ്ഞിരിക്കുന്നത്? Then Jews and Christians are on the same side of the war എന്നാണോ അർത്ഥം? Then Jews and Christians are hoping for the end of the war എന്നാണോ അർത്ഥം? Answer is obviously option D. Jews and Christians are hoping for the end of the war. Okay, it to end. All the people are waiting it to end. Like the war to end എന്ന് പറഞ്ഞതിന് ശേഷമാണ് Jews and Christians are എന്ന് പറയുന്നത്. അപ്പൊ എന്തിനാണ്? അവരും ഈ യുദ്ധം ഒന്ന് അവസാനിക്കാനായി കാത്തിരിക്കുകയാണ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോമെന്റ് ബോക്സിൽ ചോദിക്കാം. Now we move on to the second passage. Okay, second passage. ഇതും എൻ്റെ ഒപ്പം നിങ്ങൾ വായിക്കാം കേട്ടോ. Now, see, we could have dismissed the petition on the short ground that the right to life guaranteed by Article 21 of the Constitution does not include the right to die. Observe Justice Markandeya Kajju and Gyan Sudha Mr. Sagaili in the Aruna Shanbag case.
ഓക്കെ, ഞാൻ ആ ഒരു പേര് എനിക്ക് കൃത്യമായിട്ട് അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, സോ പ്ലീസ് എക്സ്ക്യൂസ് മീ. നോക്കൂ, ഈ ഒരു ഒറ്റ സെന്റൻസ് ആണ് നമ്മൾ ഇത്രയും നേരമായിട്ട് വായിച്ചുകൊണ്ടിരുന്നത്. ഇറ്റ്സ് എ പ്രിറ്റി ലോങ് സെന്റൻസ്. ആ സെന്റൻസിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത വാക്കുകൾ എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കാം കേട്ടോ. എന്താണ് പറയുന്നത്? വി കുഡ് ഹാവ് ഡിസ്മിസ് ദ പെറ്റീഷൻ. ഒരു പെറ്റീഷനെ പറ്റി സംസാരിക്കുന്നുണ്ട്, ഒരു കോർട്ട് ലാംഗ്വേജ് ആണെന്ന് നമുക്ക് മനസ്സിലായി. We could have dismissed the petition on the short ground that the right to life guaranteed by Article 21 of the Constitution. അവിടെ നമുക്കൊരു HCA പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് വളരെ ഒരു നല്ലൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. എന്താണത്? ദ റൈറ്റ് ടു ലൈഫ്, അല്ലെ, ജീവിക്കാനുള്ള അവകാശം. അത് ഏത് ആർട്ടിക്കിളിൽ വരുന്നു? ആർട്ടിക്കിൾ 21 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ എന്താ പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പ് നൽകുന്ന ആർട്ടിക്കിൾ 21 മാത്രം പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യാമായിരുന്നു എന്നാണ് കേട്ടോ. അത്രയും വായിച്ചത് മനസ്സിലാവുന്നു. ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ റൈറ്റ് ടു ഡൈ. റൈറ്റ് ടു ഡൈ എന്നുള്ളത് അത് സപ്പോർട്ട് ചെയ്യുന്നുമില്ല, മറിച്ച് റൈറ്റ് ടു ലൈഫിന് മാത്രമാണ് ആർട്ടിക്കിൾ 21 സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒബ്സർവ് ചെയ്യാണ്. ഇപ്പൊ നോക്കൂ, ഈ കൊട്ടേഷനിൽ കൊടുത്തിരിക്കുന്നത് ആക്ച്വലി ഈ ജസ്റ്റിസിന്റെ അവരുടെ തന്നെ വാക്കുകളാണ്. വെർബറ്റിം ആയിട്ട്, വെർബറ്റിം എന്ന് പറഞ്ഞാൽ എന്താ? വാക്ക്, ഒരാൾ പറഞ്ഞ വാക്ക് അതേപടി കോട്ട് ചെയ്യുന്നതിനാണ് വെർബറ്റിം കോട്ട് ചെയ്യാന്ന് നമ്മൾ പറയുന്നത്. VERBATIM, വെർബറ്റിം. ഓക്കെ, അങ്ങനെ ഒരു കോട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ എഴുതുന്നത്, അല്ലേ? അപ്പൊ ഒബ്സർവ് ജസ്റ്റിസ് മാർക്കണ്ഡേ കഡ്ജു, ഈ ജസ്റ്റിസുമാരുടെ പേര് പറയുന്നുണ്ട്. അവര് ഏത് കേസിലാണ് അങ്ങനെ പറയുന്നത്? അരുണ ഷാൻബാഗ് കേസ്. അരുണ ഷാൻബാഗ് കേസ് നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയുന്നുണ്ടാവും. അരുണ ഷാൻബാഗ് എന്ന് പറയുന്ന ഒരു ലേഡി, അവരുടെ വളരെ ചെറിയ പ്രായത്തിൽ ഒരു യങ് ജൂനിയർ നേഴ്സായിട്ട് KEM ഹോസ്പിറ്റലിൽ മുംബൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് തന്നെ ഇവരെ റേപ്പ് ചെയ്യുകയാണ്. ഈ റേപ്പിന് ശേഷം അവർ സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിലും 38 വർഷത്തോളം അവര് കോമ സ്റ്റേജിൽ കിടക്കുകയാണ്. അപ്പൊ ഓക്കെ, അപ്പൊ ആ ഒരു കേസിനെ പറ്റിയിട്ടാണ് ഈ ഒരു പാസേജ് തന്നിട്ടുള്ളത്. ഈ ഒരു കേസിൽ ജസ്റ്റിസ് എന്താണ് അവരുടെ ഡിസിഷൻ, ആ ഒരു വിധിന്യായത്തെ പറ്റിയാണ് നമുക്കിത് പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ലുക്ക് അപ്പ് in Google about this particular case. Okay. However, in view of the importance of the issues involved, we decided to go deeper into the merits of the case. Okay, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 21 പ്രകാരം ഈ ഒരു പെറ്റീഷൻ നമുക്ക് എളുപ്പത്തിൽ ഡിസ്മിസ് ചെയ്യാം. എന്തുകൊണ്ട്? മരിക്കാനുള്ള അവകാശം എന്നൊന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതപ്പെട്ടിട്ടില്ല, മറിച്ച് എന്താണുള്ളത്? ജീവിക്കാനുള്ള അവകാശത്തെ പറ്റിയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 21 പ്രതിപാദിക്കുന്നത്. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ പെറ്റീഷൻ തള്ളിക്കളയാമായിരുന്നു. പക്ഷേ ഹൗവെവർ, എന്നാലും ഇവിടെ നോക്കൂ, ഈ ജസ്റ്റ് ഞാൻ എന്റെ കൂടെ ഒരു കാര്യം പറയുകയാണ്. ഈ ഹൗവെവർ എന്നുള്ള വാക്ക് ഒരു കൺജങ്ക്റ്റീവ് ആഡ്വേർബ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. കൺജങ്ഷൻസിൽ തന്നെ വരുന്ന ഒരു എന്താ പറയാ, ഒരു വിഭാഗമാണ് കൺജങ്ക്റ്റീവ് ആഡ്വേർബ് എന്ന് പറയുമ്പോൾ. ഈ ഹൗവെവർ അതുകൊണ്ട് തന്നെ എഴുതുമ്പോൾ എപ്പോഴും നോക്കൂ, അതിന്റെ മുന്നത്തെ സെന്റൻസ് എൻഡ് ചെയ്തതിന് ശേഷം ഈ കൺജങ്ക്റ്റീവ് ആഡ്വേർബ് ഹൗവെവർ എഴുതിയതിനു ശേഷം കോമ ഇട്ടിട്ടാണ് നമ്മൾ പുരോഗമിക്കേണ്ടത്. മനസ്സിലായില്ലേ? അതായത് ഹൗവെവർ കഴിഞ്ഞിട്ടൊരു കോമ ഇടണം എന്നർത്ഥം. നെവർദലെസ്, ഹൗവെവർ എന്നുള്ള വാക്കുകളൊക്കെ ഇതേപോലെയാണ്. അതർവൈസ് എന്നുള്ളതൊക്കെ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഒരു കോമ അതിന് ശേഷം വരും. ഓക്കെ, അതിന് മുന്നത്തെ സെന്റൻസ് എൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ വാക്കിന് ഹൗവെവറിന് തൊട്ട് മുൻപ് എന്ത് വരുമായിരുന്നു? ഒരു സെമി കോളൻ വരുമായിരുന്നു. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. നൗ, അപ്പോൾ എന്താണ് ഈ മെറിറ്റ്സ്? ഈ ഒരു വിഷയത്തിന്റെ ഇമ്പോർട്ടൻസ് പരിഗണിച്ച് ഈ കേസിന്റെ ഡീപ്പർ സെൻസിലേക്ക്, അതായത് മെറിറ്റ്സിലേക്ക് ഞങ്ങൾ പോവുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, മെറിറ്റ്സ് ഓഫ് ദ കേസ്, ഇമ്പോർട്ടൻസ് ഓഫ് ദ ഇഷ്യൂ. ഈ ഒരു ഇഷ്യൂവിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. എന്താ പിന്നെ പറയുന്നത്? നെഗോഷിയേറ്റിംഗ് ദി ഗ്രേ എത്തിക്കൽ ഏരിയാസ് relating to euthanasia. Here lies the key word of our passage. Euthanasia in a humane, മനുഷ്യത്വപരമായ, പ്രോഗ്രസീവ് പുരോഗമനപരമായ ആൻഡ് പെർസ്വേസീവ് വേ. പെർസ്വേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുക എന്നാണ് അർത്ഥം. അതായത് എന്തെങ്കിലും ഇപ്പോൾ ഈ ആർട്ടിക്കിൾ 21 ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് കരുതി അത് ഉടനെ തള്ളിക്കളയാതെ ഈ ഒരു വിഷയം എന്താണ്, യൂത്തനേഷ്യയെ പറ്റിയാണ് പറയണത്. അത് എന്താണെന്ന് ഞാനിപ്പോൾ ഫുള്ളായിട്ട് പറയുന്നില്ല, കാരണം അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മനുഷ്യത്വപരമായ രീതിയിൽ ഇതിൽ പല ഗ്രേ ഏരിയാസ്, നമുക്ക് എന്തുകൊണ്ടാണ് ഗ്രേ എന്ന് പറയുന്നത്? നമുക്ക് എല്ലാ കാര്യങ്ങളെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ആർഗ്യുമെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? അതായത് ഇപ്പോൾ ഒരാള് ഒരു കാര്യം കമ്മിറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിൽ
അയാളുടേതായിട്ടുള്ള സർക്കംസ്റ്റൻസസ് ഉണ്ട്. അതുകൊണ്ട് അയാളെ മുദ്ര കുത്തരുത്, എന്ത് കുറ്റവാളി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ. ബ്ലാക്ക് ആൻഡ് വൈറ്റിന് ഇടയിൽ നിൽക്കുന്ന അത്തരത്തിൽ ഈ പറഞ്ഞ രണ്ട് ശരി തെറ്റുകളൊക്കെ മെർജ് ചെയ്യുന്ന ഒരു ഏരിയനെയാണ് നമ്മൾ എന്ത് പറയാ, ഗ്രേ ഏരിയ എന്ന് പറയാം. അവിടേക്ക് ആൾക്കാർ അധികം എത്തപ്പെടില്ല. പൊതുവിൽ എന്താ പറയാ, ജനറൽ സൊസൈറ്റി എന്താണ് കാണുക, ആൾക്കാരുടെ ശരി തെറ്റോ കണ്ടിട്ട് അവരെ ബ്രാൻഡ് ചെയ്യാനാണ് ശ്രമിക്കുക. പക്ഷെ ഇതിന് നടുക്ക് കിടക്കുന്ന ഏരിയയാണ് ഈ ഗ്രേ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റിസുമാർ പറയുന്നത് എന്താണ്, ഇതില് യൂത്തനേഷ്യ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ എന്തുണ്ട്, കുറച്ച് ഗ്രേ ഏരിയാസ് ഉണ്ട്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ധാർമ്മികമായിട്ടുള്ള രീതിയിൽ തന്നെ ചിന്തിക്കുമ്പോൾ വളരെ ഗ്രേ ആയി കിടക്കുന്ന ഏരിയകളുണ്ട്. അപ്പൊ അതിനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഒരു ബ്രോഡ് ഫ്രെയിംവർക്കിൽ, ദിസ് ഡീറ്റെയിൽ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് lays down a broad legal framework for dealing with a subject that has not received the attention it deserves from the legislature. ഇതൊക്കെ ഇത്രയും കൃത്യമായിട്ട് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി പോയ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എഴുതാം. കാരണം നമുക്ക് ഈ ഒരു പാസേജ് അത്രയും ബൈ ഹാർട്ട് ആയി കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാണ്ടായിരിക്കുന്നു. ഈ പറഞ്ഞ പാസേജിൽ എന്തെങ്കിലും അതിലെ വേർഡ്സ് പുതിയ വൊക്കാബുലറി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഞാൻ പറയാത്ത കാര്യങ്ങൾ ഇതിന്റെ ക്വസ്റ്റ്യൻസിൽ ഞാൻ ആൻസർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ട് പറയാത്ത കേട്ടോ. Now, the court's decision on the immediate matter at hand. നോക്കൂ, ഈ പാസേജിലെ സെന്റൻസസ് എന്ന് പറയുന്നത് കുറച്ച് വലുതാണ്. ഓക്കെ, പങ്ക്ച്വേഷൻസ് അങ്ങനെ ഹൈഫനേറ്റഡ് ആയിട്ട് അതുപോലെ കോമ ഇട്ടിട്ടൊക്കെ ഈ ഓരോ സെന്റൻസും ഇങ്ങനെ നീട്ടി കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം തൊട്ട് നല്ല കൃത്യമായി വായിച്ചു പോന്നാൽ മാത്രമേ ആ സെന്റൻസ് അവസാനിക്കുമ്പോഴും അതെന്താണ് പറഞ്ഞതെന്ന് കൃത്യമായിട്ട് ധാരണ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ റീഡിംഗ് കോമ്പ്രിഹെൻഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് കൂട്ടി വെക്കരുത്, പ്രാക്ടീസ്. ഓക്കെ, എക്സാം ആവുന്നത് വരെയും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കൂ, മനസ്സിലായില്ലേ? അല്ലാണ്ട് നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന മാർക്കാന്ന് കരുതിയിട്ട് നമ്മളത് നോക്കാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് മിസ്സാവും. ഓക്കെ, ദ കോർട്ട്സ് ഡിസിഷൻ ഓൺ ദി ഇമ്മീഡിയറ്റ് മാറ്റർ അറ്റ് ഹാൻഡ്. എന്താണ് കോടതിയുടെ വിധി എന്തിനാണ്? ഇമ്മീഡിയറ്റ് മാറ്റർ അറ്റ് ഹാൻഡ്, ഏറ്റവും ഗൗരവമുള്ള ഈ വിഷയം, ആ വിഷയം എന്താണെന്നാണ് ഈ ഹൈഫൻ ഇട്ടിട്ട് പറയുന്നത് കേട്ടോ. എന്താണ് പറയുന്നത്? The plea that Aruna Shanbag, the nurse who has been lying in a vegetative state. നോക്കൂ, nurse. അപ്പൊ നമുക്ക് മനസ്സിലായി അരുണ ഷാൻബാഗ് എന്ന് പറയുന്നത് ഒരു നേഴ്സ് ആയിരുന്നു. ആൻഡ് ഹു ഹാസ് ബീൻ ലൈങ്, കണ്ടോ, കുറച്ചു കാലമായിട്ട് തന്നെ ഇപ്പോഴും എന്താണ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റില്. വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനങ്ങാൻ കഴിയാത്ത, കോമയിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ചാൽ, ഇപ്പൊ വെജിറ്റേഷൻ എന്നുള്ള ഒരു സംഗതി, വെജിറ്റേഷൻ എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഒരു എന്താ പറയാ, ഏതെങ്കിലും ഒരു ജോഗ്രഫിക്കൽ ഏരിയ, അതിൽ പ്ലാന്റ്സ് ഒക്കെ വളരുന്നത് വളരെ സ്ലോ പ്രോസസ് ആണ് അല്ലെ, കുറച്ച് സമയം എടുക്കും, അതിന് പെട്ടെന്ന് മൂവ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ വെജിറ്റേറ്റീവ് അങ്ങനെയാണ് ആ വാക്കിന്റെ ഒരു സംഗതി, ഒരു മോഷനായിട്ട് എന്താ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് വെജിറ്റേറ്റീവ് എന്ന് പറയുന്നത്. അപ്പം ഇവരെന്താണ് കോമയിൽ കിടക്കുകയാണ് ഇത്രയും നാളുകളായിട്ട്. The plea that Aruna Shanbag, the nurse who has been lying in a vegetative state on a Mumbai hospital bed. ഇവിടെ നോക്കൂ, ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഓൺ ഇവിടെ അങ്ങനെ വന്നത്? ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു പോവാണ് എൻ്റെ ഒപ്പം തന്നെ. മുംബൈ ഹോസ്പിറ്റൽ എന്നേ ഉള്ളെങ്കിൽ ഇന്നെ മുംബൈ ഹോസ്പിറ്റൽ എന്ന് വന്നേനെ. ഓക്കെ, പക്ഷെ ഇവിടെ എന്താണ്? ഓൺ എ മുംബൈ ഹോസ്പിറ്റൽ ബെഡ് അല്ലേ? അപ്പൊ ആ ഓൺ എന്ന് പറഞ്ഞ കൺജക്ഷൻ എന്തുകൊണ്ടാണ് വന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മുംബൈ ഹോസ്പിറ്റൽ ബെഡിൽ എന്നാണ് പറയുന്നത്. അപ്പൊ ബെഡിന് ഉള്ളിൽ കിടക്കാൻ പറ്റില്ല, ബെഡിന് മുകളിലാണ് നമ്മൾ കിടക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഓൺ വന്നിരിക്കുന്നത് കേട്ടോ, ഇൻ കേസ് യു ഹാവ് എ ഡൗട്ട് റിഗാർഡിംഗ് ദാറ്റ്. അപ്പോൾ ഓൺ എ മുംബൈ ഹോസ്പിറ്റൽ ബെഡ് സിൻസ് ഷീ വാസ് ബ്രൂട്ടലി റേപ്ഡ്. അപ്പൊ ഷീ വാസ് എ റേപ്പ് വിക്ടിം, അത്രയും കാര്യം നമുക്ക് മനസ്സിലായി. ഷാൻബാഗ് ഒരു റേപ്പ് വിക്ടിം ആയിരുന്നു. മുംബൈ ഹോസ്പിറ്റലിൽ ഇത്രയും കുറെ വർഷങ്ങളായി വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ കിടക്കുകയാണ്. ആൻഡ് സ്ട്രാങ്കുലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ക് ചെയ്യുക, എന്താണ്? ആൻഡ് സ്ട്രാങ്കുലേറ്റഡ് ഇൻ 1973, കാര്യമായിട്ട് തന്നെ റേപ്പ് ചെയ്യപ്പെട്ട് അല്ലെ, 1973 ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഷുഡ് ബി അലൗഡ് ടു ഡൈ. അപ്പൊ ഈ പ്ലീ എന്താണ് എന്നുള്ളത് നോക്കൂ, ഈ ഒരു ആവശ്യം അല്ലെ, എന്താണ് ഈ പ്ലീ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെയാണ് വന്നിരിക്കുന്നത്. എന്താണ്? ബി അലൗഡ് ടു ഡൈ. മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും ഇതൊരു വലിയ സെന്റൻസ് ആണ്, കൃത്യമായി ഫോളോ ചെയ്താലെയാണ് നമുക്ക് അതിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാവുള്ളൂ.
അപ്പോൾ കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യം, അതാണ് ഈ പ്ലീ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അതെന്താണ്? That she be allowed to die. Who? Aruna Shanbag, who has been lying in a vegetative state since 1973 after she was brutally raped. Okay, കണ്ടോ? അതുകൊണ്ടാണ് ഈ ഹൈഫൻ അവിടെ അവസാനിച്ചു. കണ്ടോ? ആ ഇമ്മീഡിയറ്റ് മാറ്റർ അറ്റ് ഹാൻഡ് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ ഹൈഫൻ ഇട്ടു, ആ കാര്യം പറഞ്ഞു, ഹൈഫൻ ക്ലോസ് ചെയ്തു. ഇനി ആ സെന്റൻസിന്റെ കണ്ടിന്യൂഷൻ വേണം ഇവിടെ വരുന്നത്. ഈ അറ്റ് ഹാൻഡ് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗമാണ് ഇവിടെ വരുന്നത്. ഈസ് ലാർജ്ലി ബേസ്ഡ് ഓൺ മെഡിക്കൽ എവിഡൻസ്. അതായത് ഇത്രയേ ഉള്ളൂ, ഈ കോർട്ടിന്റെ ഈ ഡിസിഷൻ, കോടതിയുടെ വിധിന്യായം യഥാർത്ഥത്തിൽ വന്നിരിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? മെഡിക്കൽ എവിഡൻസിനെ ബേസ് ചെയ്തിട്ടാണ്. മനസ്സിലായല്ലോ? അല്ലാണ്ട് ആർട്ടിക്കിൾ 21 പറഞ്ഞത് പ്രകാരം നമ്മൾ ഇതിനെ അവിടെ ഉപേക്ഷിക്കുന്നില്ല, മറിച്ച് മെഡിക്കൽ എവിഡൻസ് കൂടി പരിശോധിച്ചതിന് ശേഷമാണ് ഈ ഒരു വിഷയത്തിൽ നമ്മളൊരു ഡിസിഷനിലേക്ക് എത്തിയിരിക്കുന്നതാണ് കോടതി പറയുന്നത്. ദി എവിഡൻസ് ഫർണിഷ്ഡ് ബൈ, അത് ഏത് തരത്തിലുള്ള എവിഡൻസ് ആണ്? മെഡിക്കൽ എവിഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞു. ആൻഡ് ദാറ്റ് എവിഡൻസ് ഫർണിഷ്ഡ് ബൈ എ പാനൽ ഓഫ് എക്സ്പേർട്സ് showed that while Miss Shanbag may be in a permanent vegetative state, അതിന്റെ acronym ആണ്, എന്താണ്, ബ്രീഫ് ഫോം ആണ് PVS, പെർമനന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ്. അവർക്ക് അതിന്ന് ഒരു മുക്തി ലഭിച്ചുകൊള്ളണമെന്നില്ല, പെർമനന്റ് കോമയിലേക്ക് പോയിട്ടുണ്ട് അവര്. ഷീ ഈസ് നൈദർ ബ്രെയിൻ ഡെഡ് നോർ ഇൻ എ കോമ. അവര് പൂർണ്ണമായി ബ്രെയിൻ ഡെഡ് അല്ല, മസ്തിഷ്ക മരണം സംഭവിച്ചിട്ടില്ല, പക്ഷെ അവരെന്താണ്, ഒരു പെർമനന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലാണ് ഇനി തുടരുകയുള്ളൂ എന്നാണ് പാനൽ ഓഫ് എക്സ്പെർട്സ് പറഞ്ഞിട്ടുള്ളത്. പെർമനന്റ് കോമയിലാണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, നോർ ഇൻ എ കോമ എന്ന് പറയുന്നുണ്ട്. ദ കോർട്ട് ഓൾസോ വെന്റ് ഇൻടു ദ ക്വസ്റ്റ്യൻ ഓഫ് ഹൂ കുഡ് ഇനീഷ്യേറ്റ്. അതാണ് അടുത്ത കാര്യം. നമുക്ക് ഈ ഒരു പാസേജിൽ വളരെ ഐഡിയാസ് ഒക്കെ അങ്ങനെ തിക്ലി പാക്ഡ് ആണ്, അതുകൊണ്ട് കൃത്യമായിട്ട് ഓരോ വേർഡ് ബൈ വേർഡ് പോവുക തന്നെ വേണം. എന്താ പറയുന്നത്? കോർട്ട് ഓൾസോ വെന്റ് ഇൻടു ദ ക്വസ്റ്റ്യൻ ഓഫ് ഹൂ കുഡ് ഇനീഷ്യേറ്റ് മൂവ് ടു വിത്ഡ്രോ ലൈഫ് സപ്പോർട്ട്. എന്താ അതിന്റെ അർത്ഥം? വിത്ഡ്രോ ലൈഫ് സപ്പോർട്ട് ടു എ പേഴ്സൺ ഇൻ PVS. എന്താ അതിന്റെ അർത്ഥം? നമുക്കറിയാം, ഈ കോമയിൽ കിടക്കുന്ന അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ കിടക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്താ പറയാ, ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു സപ്പോർട്ട് കൊണ്ട്, ലൈഫ് സപ്പോർട്ട് കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി എന്താണ്, ഓക്സിജൻ കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. അതായത് അവരിനി പൂർണ്ണമായും ആക്റ്റീവായ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല, പക്ഷെ ഇത്തരത്തിലുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ സപ്പോർട്ട്, ഈ ലൈഫ് സപ്പോർട്ട് ആർക്കൊക്കെ കൊടുക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ലോ മേക്കിംഗ് അതുവരെ ആരുടെ പരിഗണനയും വന്നിട്ടില്ല. ലെജിസ്ലേച്ചറിന്റെ, നമ്മുടെ ലോ മേക്കിംഗ്, നിയമനിർമ്മാണ ഒരു സഭയുടെ ഒന്നും പരിഗണനയിൽ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അരുണ ഷാൻബാഗ് കേസിൽ കൊണ്ട് ഇവർ അങ്ങനത്തെ ഒരു സംഗതിയാണ് എത്തുന്നത്. ആ ഒരു ഫ്രെയിം വർക്കാണ് ഉണ്ടാക്കുന്നത്. എന്താണ് ഇത്, ആർക്ക് ചെയ്യാം? മനസ്സിലായോ? ഞാൻ ഇപ്പൊ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത് ദയാവധത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്ന്. അതായത് ഒരു പെർമനന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ കിടക്കുന്ന ഒരാളെ എന്താണ്, അയാൾ ഇത്രയും ഒരുപാട് വർഷങ്ങളായി നരകിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അയാൾ മരിക്കുന്നതാണ് എന്നുള്ള ഒരു നിരീക്ഷണമാണ് വരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് കോടതിയോട് ഒരാൾ അഭ്യർത്ഥിക്കുന്നത്, ഷീ മേ ബി അലൗഡ് ടു ഡൈ ഇൻ ഡിഗ്നിറ്റി എന്ന്, കേട്ടോ. പക്ഷെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള, ഒരുപാട് ഡിസ്കഷൻസ് ആവശ്യമുള്ള ഒരു വിഷയം ആയതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഈ മാർക്കണ്ഡേയ കഡ്ജിയൊക്കെ ഉൾപ്പെടുന്ന ഒരു ബെഞ്ച് അവര് കാര്യമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുകയും അവര് ലെജിസ്ലേച്ചറിൽ ഇത്രയും നാളായിട്ട് എന്താണ് ഈ ഒരു കാര്യം അത്ര പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും അതിന്റെ കാര്യങ്ങളിലേക്ക്, അതിന്റെ കൂടുതൽ ആഴങ്ങളിലേക്ക്, ഡെപ്തിലേക്ക് അവർ പോവുകയാണ് ചെയ്തത്, മെറിറ്റിലേക്ക് അവർ പോവുകയാണ് ചെയ്തത്. മനസ്സിലായല്ലോ? അപ്പൊ ആരാണ് ഈ ലൈഫ് സപ്പോർട്ട് വിഡ്രോ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ട് അവരൊരു കാര്യം പറയുന്നുണ്ട്, ഒരു ഒബ്സർവേഷൻ വെക്കുന്നുണ്ട്. അതെന്താണ്? ഇറ്റ്സ് ആൻസർ ഇസ് ദാറ്റ്, എന്തിന്റെ ആൻസർ ആണിത്? ഹൂ കുഡ് ഇനീഷ്യേറ്റ് മൂവ് ടു, അതായത് ഹൂ കുഡ് ഇനീഷ്യേറ്റ് മൂവ് ടു വിഡ്രോ ലൈഫ് സപ്പോർട്ട് is that such decisions can be taken by parents, മാതാപിതാക്കൾ അല്ലെങ്കിൽ സ്പൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈഫ് ഓർ ഹസ്ബൻഡ്, രണ്ടുപേരും, നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആയിട്ടുള്ള വൈഫിനെയോ ഹസ്ബൻഡിനെയോ നമ്മൾ പറയുന്ന പേരാണ് സ്പൗസ് എന്ന്. ഓക്കെ, ആൻഡ് ക്ലോസ് റിലേറ്റീവ്സ് ഓർ അടുത്ത ബന്ധുക്കള്, ഓക്കെ, മാതാപിതാക്കള്, അടുത്ത ബന്ധുക്കൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാര്. ദെൻ ഓർ ഇൻ ദെയർ ആബ്സെൻസ്, ഇനി ഇവരൊന്നുമില്ലെങ്കിലോ, ആസ് ഇൻ മിസ് ഷാൻബാഗ്സ് കേസ്. എന്താ അങ്ങനെ പറയുന്നത്? മിസ് ഷാൻബാഗിന്റെ കേസിലാണെങ്കിൽ അത്തരത്തിൽ ഈ പറഞ്ഞ റിലേറ്റീവ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്, അങ്ങനെ ഇല്ലാത്തവരുടെ കേസിൽ എന്ത് ചെയ്യാം? ദ നെക്സ്റ്റ് ഫ്രണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് ഫ്രണ്ട്, അടുത്ത, ഈ പറഞ്ഞൊന്നല്ലെങ്കിൽ അതിന്റെ ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത്. Justice Kajju and Misra held that her next friend was clearly KEM hospital staff.
പിന്നെ ആ കൊട്ടേഷനിൽ അവരുടെ ഒബ്സർവേഷൻ പറയുന്നത് who have been amazingly caring for her day and night for so many long years. ഡേ ആൻഡ് നൈറ്റ് എന്നുള്ള ഒരുമിച്ചുള്ള ഒരു യൂസേജ് ആണ്. എന്താണ്? ഓരോ ദിവസവും, എല്ലാ ദിവസവും, ഇത്രയും വർഷങ്ങളായി എല്ലാ ദിവസവും അവർ ഈ അരുണ ഷാൻബാഗിനെ വളരെ എന്താ പറയാ കൃത്യമായി അസാധാരണമായ രീതിയിൽ അവരെ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന KEM ഹോസ്പിറ്റലിലെ നഴ്സ്, സ്റ്റാഫ്, ഇവരാണ് ആര്? ഷാൻബാഗിന്റെ നെക്സ്റ്റ് ഫ്രണ്ട്. ആൻഡ് നോട്ട് ദ പെറ്റീഷണർ who urged that Aruna be allowed to die in dignity. എന്താ urge ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കമ്പൽ ചെയ്യുക, അല്ലെങ്കിൽ അവര് urge ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസ്വേഡ് ചെയ്യുക. പെർസ്വേഡിന്റെ അർത്ഥമൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. എന്താണ്? പ്രചോദിപ്പിക്കുക അല്ലെങ്കിൽ പറയുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അതായത് അരുണ ഡിഗ്നിറ്റിയിൽ മരിക്കാനാണ് അവരെ സഹായിക്കേണ്ടത്. അല്ലാതെ അവര് ഈ നരകതുല്യമായ ഒരു ജീവിതം അവർക്ക് ഇനിയും നയിക്കേണ്ട അവസ്ഥ വരരുത്, അവര് മരിക്കാനുള്ള ഒരു നിയമം ഉണ്ടാവണം എന്ന് പറഞ്ഞ പെറ്റീഷണർ അല്ല, മറിച്ച് അവരെ നോക്കിയ ഹോസ്പിറ്റൽ സ്റ്റാഫാണ് ഷാൻബാഗിന്റെ നെക്സ്റ്റ് ഫ്രണ്ട് എന്ന് ആര് കാണുകയാണ്? സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ നിന്ന് പറയുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പാസേജ്. നല്ല വൃത്തിക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, how is the petitioner who moved the Supreme Court for allowing Ms. Shanbag to die in dignity related to Ms. Shanbag? Tricky question ആണല്ലേ? നോക്കൂ, read it again. How is the petitioner എന്ന് പറഞ്ഞാൽ ആരാ? ഈ ഒരു പെറ്റീഷൻ കൊടുത്ത, ഫയൽ ചെയ്ത, അതായത് ഷാൻബാഗിനെ മരിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ പെറ്റീഷൻ ഫയൽ ചെയ്ത ആള് എങ്ങനെയാണ് ഷാൻബാഗിന്റെ റിലേറ്റീവ് ആണോ? ഏത് തരത്തിലാണ് അവര് ഷാൻബാഗുമായിട്ടുള്ള ബന്ധം എന്നാണ് ചോദ്യം. ഓക്കെ, ഇനി ഒന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കൂ. ദ പെറ്റീഷണർ ഇസ് ഹർ സ്പൗസ്. ദ പെറ്റീഷണേഴ്സ് ആർ ദ സ്റ്റാഫ് ഓഫ് ദ KEM ഹോസ്പിറ്റൽ മുംബൈ. Then the petitioner is a person who claims to be her next friend. The petitioner is a doctor who treated her. I know it's a tricky question, പക്ഷെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയവരുണ്ടാവും. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നോക്കൂ, അങ്ങനത്തെ വല്ല കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ടോ? നെക്സ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഗതി ഇവിടെയാണ് വരുന്നത് അല്ലെ. പിന്നെന്താ പറയണേ? സ്പൗസിനെ പറ്റി ഈ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല, പാസേജിൽ പറഞ്ഞിട്ടില്ല. പിന്നെ പെറ്റീഷണേഴ്സ് ആർ ദ സ്റ്റാഫ് ഓഫ് ദ KEM ഹോസ്പിറ്റൽ. KEM ഹോസ്പിറ്റലിലെ ആൾക്കാരാണ് ഇവരെ ഇത്രയും വർഷങ്ങളായിട്ട് നോക്കിയത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പിന്നെ ഷാൻബാഗിനെ എന്താ പറയാ, ദയാവധം അല്ലെ, അല്ലെങ്കിൽ മരിക്കാനുള്ളൊരു വഴി അവര് തന്നെ ആണോ പറഞ്ഞത്? അല്ല, അവരല്ല പറഞ്ഞത്. ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാവണം. അതായത് ഹൗ ഇസ് ദ പെറ്റീഷണർ, ഈ പെറ്റീഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? അരുണെ കൊല്ലാനുള്ള അല്ലെങ്കിൽ ദയാവധം ചെയ്യാനുള്ളൊരു നിയമം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അത് പറഞ്ഞിട്ടുള്ളത് ഹോസ്പിറ്റലിലെ സ്റ്റാഫ് അല്ലല്ലോ. ഹോസ്പിറ്റൽ സ്റ്റാഫ് അവരെ ഇത്രയും വർഷങ്ങളായി ട്രീറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ആൻസർ അല്ല, സ്പൗസ് അല്ല. Then the petitioner is a person who claims to be her next friend. അതാണോ? അതോ the petitioner is a doctor who treated her? അതാണോ? ഈ ട്രീറ്റ് ചെയ്ത ഒരു കാര്യം എവിടെയെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. ഈ വിധിന്യായം ഇവിടെ പറയുന്നുണ്ട്. കോർട്ട്സ് ഡിസിഷൻ ഇസ് ലാർജ്ലി ബേസ്ഡ് ഓൺ മെഡിക്കൽ എവിഡൻസ് എന്ന് പറയുന്നുണ്ട്. ദ എവിഡൻസ് ഫർണിഷ്ഡ് ബൈ എ പാനൽ ഓഫ് എക്സ്പെർട്സ്. അല്ലാതെ എവിടെയും ഷാൻബാഗിനെ ട്രീറ്റ് ചെയ്ത ഡോക്ടറാണ് ഇത്തരത്തിൽ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതെന്ന് പറയുന്നില്ല. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി. ദ പെറ്റീഷണർ is a person who claims to be her next friend. ഇവിടെ നോക്കൂ, and not the petitioner who urged that Aruna be allowed to die in dignity. അല്ലെ, നെക്സ്റ്റ് ഫ്രണ്ട് KEM ഹോസ്പിറ്റലിലെ സ്റ്റാഫ് ആണ്, അല്ലാതെ ഈ പെറ്റീഷൻ കൊണ്ടുവന്ന ആളല്ല എന്ന് പറയുന്നുണ്ടല്ലോ. അതാണ് ആ ഒരു സെന്റൻസിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ആൻഡ് ഞാനിവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു എന്താണ്, ഈ ഒരു ഷാൻബാഗ് കേസിൽ ഇത്തരത്തിലുള്ള ഒരു പെറ്റീഷൻ കൊടുത്ത ജേർണലിസ്റ്റിന്റെ പേരാണ് പിങ്കി വിറാനി. ആൻഡ് അവരുടെ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും എന്താ പറയേണ്ടത്, കമൻഡബിൾ ആയിട്ടുള്ളൊരു വർക്കാണ്. അവരൊരു അറിയപ്പെടുന്ന ഒരു സോഷ്യൽ വർക്കർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവര് ഇത്തരത്തിൽ ഈ മേഴ്സി കില്ലിങ്ങിനെ പറ്റിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡിബേറ്റിനാണ് അവർ തുടക്കം കുറിച്ചത്. ഈ കേസിൽ പിന്നീട് വിധിന്യായം ഈ പറഞ്ഞതുപോലെ തന്നെ ഷാൻബാഗ് ദയാവധം ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ ഡിസിഷൻ ആർക്കാണ് എടുക്കാൻ പറ്റുക? അവരുടെ നെക്സ്റ്റ് ഫ്രണ്ട്, അതായത് ഹോസ്പിറ്റൽ സ്റ്റാഫിനാണ് എടുക്കാൻ പറ്റുക എന്നുള്ള വിധി വരികയും അത് ഹോസ്പിറ്റൽ സ്റ്റാഫ് വളരെ സെലിബ്രേറ്റ് ചെയ്തിട്ടാണ്, വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് സ്വീകരിച്ചത്. അവർ ലഡ്ഡൊക്കെ വിതരണം ചെയ്ത് അവർ പിന്നെയും ആ സ്ത്രീ മരിക്കുന്നത് വരെ അവരെ നോക്കിയിട്ടുണ്ട്. ഓക്കെ, ബട്ട് ഹവർ ഞാൻ പറഞ്ഞത് ഈ പിങ്കി വിരാനിയുടെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് അവരും അതിലൊരു
അത് പൂർണ്ണമായും തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നൗ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യൂത്തനേഷ്യ? വാട്ട് ഈസ് യൂത്തനേഷ്യ? അല്ലെ, നമ്മളിവിടെ കണ്ടതാണ് ആ വാക്ക്. എന്താണ്? നെഗോഷിയേറ്റിംഗ് ദ ഗ്രേ എത്തിക്കൽ ഏരിയാസ് റിലേറ്റിംഗ് ടു യൂത്തനേഷ്യ in a humane, progressive and persuasive way. This detailed Supreme Court judgment, blah blah blah. അല്ലേ? അപ്പൊ എന്താണ് യൂത്തനേഷ്യ? പറയൂ. The state of lying unconscious for a very long period. അതാണോ? ബോധരഹിതയായി കുറെ കാലം കിടക്കുന്ന അവസ്ഥയാണോ യൂത്തനേഷ്യ എന്ന് പറയാ? അല്ല, അതിന് നമ്മൾ വേറൊരു വാക്കുകൾ പഠിച്ചു. എന്താ അത്? PVS. What is that? Permanent vegetative state. അപ്പൊ അതല്ല. അപ്പൊ ആ ക്വസ്റ്റിനുള്ള ആൻസർ PVS ആണ്. Then mercy killing, then the state of brain dead or being in a coma for a very long period, or humane dealing towards people who are suffering from prolonged illness. ഏതാണ്? Euthanasia is another word for mercy killing. Option B is the answer. Mercy killing. ദയാവധത്തിന്റെ മറ്റൊരു വാക്കാണ് euthanasia. Okay. Now, third question. The court's decision on the petition for ending the life of the nurse is based on which one of the following? എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? ഒന്നുകൂടി കൃത്യമായിട്ട് വായിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ അത് ഒന്നുകൂടി ഇരുത്തി വായിക്കുക. ദ കോർട്ട്സ് ഡിസിഷൻ ഓൺ ദ പെറ്റീഷൻ, ഈ പെറ്റീഷൻ മേലുള്ള കോടതിയുടെ വിധി എന്താണ്? ഫോർ എൻഡിങ് ദ ലൈഫ് ഓഫ് ദ നേഴ്സ് ഈസ് ബേസ്ഡ് ഓൺ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്. അതായത് ഈ നേഴ്സിന്റെ ലൈഫ് എൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള പെറ്റീഷന്റെ മേല് വന്നിട്ടുള്ള കോടതി വിധി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത്? കോടതി വിധിയാണ് ചോദിച്ചിട്ടുള്ളത്, പെറ്റീഷൻ അല്ല ചോദിച്ചിട്ടുള്ളത്. ഈ കോടതി വിധിയുടെ അടിസ്ഥാനം എന്താണെന്നാണ് ചോദ്യം. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഓപ്ഷൻസ് നോക്കും. ദ എത്തിക്കൽ ആൻഡ് മോറൽ ഇഷ്യൂസ് ഇൻവോൾവ് ഇൻ ദ കേസ്, ദെൻ ദ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് അണ്ടർ ആർട്ടിക്കിൾ 21 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ദ പെറ്റീഷൻ ഓഫ് ദ സ്റ്റാഫ് ഓഫ് KEM ഹോസ്പിറ്റൽ, ദ റിപ്പോർട്ട് ഓഫ് ദി പാനൽ ഓഫ് എക്സ്പേർട്സ്. ഇത് ഏതാണ്? I'm sure that some of the options look pretty similar, അല്ലെ? പ്ലോസിബിൾ ആണ്, പ്ലോസിബിൾ ആൻസർ ആണെന്ന് തോന്നുന്നു. ഒന്ന് രണ്ടെണ്ണം ഇതിനകത്തുണ്ട്. ശരിക്കും വായിച്ചിട്ടൊന്ന് ഉത്തരം പറഞ്ഞേ. പാസേജിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. ഇതാ ഇവിടെ നോക്കൂ. The court's decision on the immediate matter at hand hyphen then hyphen clause is largely based on medical evidence, the evidence furnished by a panel of experts. അല്ലെ, അതാണ് നമ്മുടെ ആൻസർ. അതാണ് നമ്മൾ ആ പാസേജിനെ ബേസ് ചെയ്തിട്ട് മാത്രം ചിന്തിച്ചാൽ മതി, വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു വിഷയം ക്ലോസ്ലി ഫോളോ ചെയ്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ പാസേജിൽ നിന്നാണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടതെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ എന്താ നമ്മുടെ ആൻസർ? എന്താണ്? ഓപ്ഷൻ ഡി, ദ റിപ്പോർട്ട് ഓഫ് ദി പാനൽ ഓഫ് എക്സ്പേർട്സ്. എത്തിക്കൽ ആൻഡ് മോറൽ ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു കോടതി വിധി ഉണ്ടാക്കാൻ പറ്റും? ഇല്ല. കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്, അല്ലെ? Then rights guaranteed under Article 21 of the Constitution of India. അല്ല, ആ പാസേജ് തുടങ്ങി തന്നെ എന്ത് പറഞ്ഞിട്ടാ? ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് എന്നുള്ളത് പരിഗണിച്ചാൽ അപ്പോഴേ തള്ളിക്കളയേണ്ട ഈ പെറ്റീഷൻ ഞങ്ങൾ അതിന്റെ ഗ്രേ ഏരിയാസ് പ്രമാണിച്ച് അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇതിന്റെ മെറിറ്റ്സിലേക്ക് പോകുന്നത് പറഞ്ഞിട്ടല്ലേ തുടങ്ങിയത്. അപ്പൊ അതല്ല, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്, അല്ലേ? ദെൻ ദ പെറ്റീഷൻ ഓഫ് ദ സ്റ്റാഫ് ഓഫ് KEM ഹോസ്പിറ്റൽ. അങ്ങനെയാണോ? KEM ഹോസ്പിറ്റൽ കൊടുത്ത പെറ്റീഷനിലാണോ കോടതി വിധി വരിക? അല്ല, അതിൽ പെറ്റീഷൻ കൊടുത്തിട്ടില്ല. പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് ഈ ജേർണലിസ്റ്റ് ആണ്, അല്ലെ? അപ്പൊ പിന്നെ എന്താണ്? ദ റിപ്പോർട്ട് ഓഫ് ദി പാനൽ ഓഫ് എക്സ്പേർട്സ്. അവരാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? അതിന്റെ പ്രോസ് ആൻഡ് കോൺസ്, അതിന്റെ മറ്റ് പല പല കാര്യങ്ങളെ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് ശരിയാണെന്നുള്ളതിന്റെ ഒരു കണ്ടെത്തലിനെ തുടർന്നിട്ടാണ് കോർട്ട് ഈ വിധി പുറപ്പെടുവിച്ചത്. എന്താണ് വിധി? ഷാൻബാഗിനെ മെർസി കില്ലിംഗ് ചെയ്യുക എന്നുള്ളത് അവരുടെ നെക്സ്റ്റ് ഫ്രണ്ട് ആണ് ഡിസൈഡ് ചെയ്യേണ്ടത് എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ അവർക്കാണ് ഇത് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. Now, the phrase gray ethical areas in this paragraph means gray ethical areas എന്ന് ഈ പാരഗ്രാഫിൽ ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻസ് വായിച്ചേ. ethical issues that are not clearly defined, ethically sound but legally wrong issues in the case, then unhealthy ethical practices, ethical issues that we fear to discuss in public. എന്താണ് ആൻസർ? ഗ്രേ എത്തിക്കൽ ഏരിയാസ്. നമുക്കറിയാം അൺഹെൽത്തി എത്തിക്കൽ പ്രാക്ടീസസ് എന്നല്ല. ദെൻ ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി അല്ല. എത്തിക്കൽ ഇഷ്യൂസ് ദാറ്റ് വി ഫിയർ ടു ഡിസ്കസ് ഇൻ പബ്ലിക്, അതുമല്ല. പിന്നെ ഏതാണ്? എത്തിക്കൽ ഇഷ്യൂസ് ദാറ്റ് ആർ നോട്ട് ക്ലിയർലി ഡിഫൈൻഡ് ആണോ? അല്ലെങ്കിൽ എത്തിക്കലി സൗണ്ട് ബട്ട് ലീഗലി റോങ് ഇഷ്യൂസ് ഇൻ ദ കേസ് ആണോ? ദി ആൻസർ ഇസ് ഓപ്ഷൻ എ. Ethical issues
ethical issues that are not clearly defined. നമ്മളവിടെ പറഞ്ഞു ലെജിസ്ലേച്ചർ കൃത്യമായി നോക്കാത്ത ഒരു മേഖലയാണ് ഈ പറഞ്ഞ യൂത്തനേഷ്യ എന്നുള്ളത് എന്ന് അതിൽ ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. നൗ sorry, in the opinion of the honorable judges, what is the subject that has not received the attention it deserves from the legislature? അതായത് ഓണറബിൾ ജഡ്ജസിന്റെ അഭിപ്രായത്തിൽ വാട്ട് ഇസ് ദ സബ്ജക്ട്, ഏത് വിഷയത്തിനാണ് അത് അർഹിക്കുന്ന പ്രാധാന്യം ലെജിസ്ലേച്ചർ നിയമനിർമ്മാണ സഭയിൽ ലഭിക്കാതെ പോയിട്ടുള്ളത്? ആർട്ടിക്കിൾ 21 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ, ദ പത്തറ്റിക് കണ്ടീഷൻ ഓഫ് മിസ് ഷാൻബാഗ് ആണോ, മേഴ്സി കില്ലിംഗ് ആൻഡ് റിലേറ്റഡ് ഇഷ്യൂസ് ആണോ, സേഫ്റ്റി ഓഫ് വർക്കിംഗ് വിമൻ ആണോ? ഐ ഓൾറെഡി ടോൾഡ് യു ദി ആൻസർ വിച്ച് ഇസ് ഓപ്ഷൻ സി, മേഴ്സി കില്ലിംഗ് ആൻഡ് റിലേറ്റഡ് ഇഷ്യൂസ്. അത് വളരെ എന്താ പറയാ, വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കോൺട്രഡിക്ടറി ആയിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു വിഷയത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ, അതിനെ ബോക്സ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതിലൊരുപാട് ഗ്രേ ഏരിയാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വിധിന്യായം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫ്രെയിം വർക്ക് കുറച്ചുകൂടി ലാർജ് ആയിട്ട് ഡിഫൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് പാസേജിൽ പറഞ്ഞത് അല്ലേ. നൗ വി മൂവ് ടു ദ തേർഡ് പാസേജ്. ഈ പാസേജിനകത്തും ഇതിന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിനകത്തും എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെന്റ് സെക്ഷനിൽ ചോദിക്കാം. നൗ തേർഡ് പാസേജ് നമുക്ക് വായിക്കാം, നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഇഫ് ഐ വർ ഗിവൻ കാർഡ് ബ്ലാഞ്ച്, കാർഡ് ബ്ലാഞ്ച്, കാർഡ് ബ്ലാഞ്ച് എന്നുള്ളൊരു വാക്ക് അതൊരു ഫോറിൻ എന്താ പറയാ, ഫോറിൻ ഒറിജിൻ ആയിട്ടുള്ളൊരു വാക്കാണ് അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ആണ്. അത് നമ്മൾ എക്സാം ഹണ്ടിന്റെ തന്നെ ഇംഗ്ലീഷ് വീഡിയോ തുടക്കത്തിൽ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇഫ് ഐ വർ ഗിവൺ, നോക്കൂ ആ എക്സ്പ്രഷൻ നോക്കൂ, ഐ വർ ഫാസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഐ എന്നുള്ളത് സിംഗുലർ ആണ്, വാസ് അല്ലേ വരേണ്ടതെന്ന് വിചാരിക്കും. പക്ഷെ അല്ല, ഐന്റെ കേസിൽ കണ്ടീഷണൽ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാ വരിക? ഇഫ് ഐ വർ, അതൊരു വിഷ് ഒക്കെ പറയുകയാണെങ്കിൽ, ഇഫ് ഐ വർ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഐ വുഡ് ഹാവ് ഡൺ ദിസ് ഓർ ദാറ്റ് എന്ന് നമ്മൾ പറയും അല്ലെ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഐ വേർ എന്നുള്ളത് ആണ് വരുള്ളൂ എന്ന് മനസ്സിലാക്കാം. മിക്കവാറും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഹൈക്കോടതിയിൽ ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ഈ ഐ വേർ. ഓക്കെ, അതിന് പകരം വാസ്, ആർ, ആം എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ ഉണ്ടാവും. പക്ഷെ അത് മനസ്സിലാക്കുക എന്താണ് ഐ വേർ എന്നാണ്. ഒരു വിഷ് പറയാൻ ഒക്കെ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക, എന്താ യൂസ് ചെയ്യുക? വേർ എന്നുള്ള ഹെൽപ്പിംഗ് വെർബാണ് യൂസ് ചെയ്യുക. ഇഫ് ഐ വേർ ഗിവൺ കാർഡ് ബ്ലാഞ്ച് ടു റൈറ്റ് അബൌട്ട് എനി ടോപ്പിക് ഐ കുഡ്. ഓക്കെ, എനിക്ക് ഇഷ്ടമുള്ള എനി ടോപ്പിക്, എനിക്ക് ഇഷ്ടമുള്ള ഏത് വിഷയത്തെ പറ്റിയും എഴുതാനുള്ള സമ്പൂർണമായ സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടെങ്കിൽ, എനിക്ക് കിട്ടുമെങ്കിൽ, ഇറ്റ് വുഡ് ബി അബൌട്ട് ഹൗ മച്ച് ആർ ഇഗ്നോറൻസ്, നമ്മുടെ ഇഗ്നോറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അറിവില്ലായ്മ. ഇൻ ജനറൽ ഷേപ്സ് ആർ ലൈഫ്സ്. നോക്കൂ, ഇവിടെ ഇൻ ജനറൽ എന്നുള്ളത് ആ കോമയ്ക്ക് ഉള്ളിലാണ് അല്ല. അപ്പൊ ഇഗ്നോറൻസിനെ പറ്റിയിട്ടാണ് അടുത്ത് പറയുന്നത്. Ignorance shapes our lives in ways we do not know about. ഓക്കെ, നമുക്ക് നമ്മുടെ അറിവില്ലായ്മ, നമ്മുടെ അജ്ഞത ഏതെല്ലാം തരത്തിലാണ് നമ്മുടെ ലൈഫിനെ സ്വാധീനിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയായിരിക്കും ഞാൻ എഴുതുക. എനിക്ക് എന്തിനെ പറ്റി എഴുതാനുള്ള ഒരു അവസരമുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത് നമ്മുടെ ഓതർ. ഓക്കെ, എന്താ അങ്ങനെയൊക്കെ പറയണല്ലേ, കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ടുള്ളൊരു പാസേജ് ആണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം കൂടെ. പുട്ട് സിംപ്ലി, അതെ, അപ്പൊ ഓതറിനെ മനസ്സിലായി ഇത് കുറച്ച് പ്രശ്നത്തിലാണ് പറയുന്നത്, ആർക്കും വെയ്ഗ് ആണ്, ഇറ്റ് ഇസ് വെയ്ഗ്. അതുകൊണ്ട് തന്നെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഓതർ പറയാണ് പുട്ട് സിംപ്ലി. ഒന്ന് എന്താ പറയാ, ലളിതമായി പറഞ്ഞാൽ പീപ്പിൾ ടെൻ ടു ഡു വാട്ട് ദേ നോ ആൻഡ് ഫെയിൽ ടു ഡു ദാറ്റ് വിച്ച്, നമുക്ക് ഫെയിൽ ടു ഡു ദാറ്റ് വിച്ച് ദേ ഹാവ് നോ കൺസെപ്ഷൻ ഓഫ്. നമുക്കറിയാവുന്ന കാര്യമാണ്. എന്താണത്? പീപ്പിൾ എന്ത് ചെയ്യും? നമുക്ക് അറിയാവുന്ന കാര്യം നമ്മൾ ചെയ്യാനുള്ള ടെൻഡൻസി നമുക്ക് കൂടും. ആൻഡ് ഫെയിൽ ടു ഡു ദാറ്റ് വിച്ച് ദേ ഹാവ് നോ കൺസെപ്ഷൻ ഓഫ്. നമുക്കറിയാത്ത മേഖലയെ പൂർണ്ണമായും നമ്മൾ ആ ഒരു വാതിൽ നമ്മൾ അടച്ചിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പിന്നെയും ചെയ്യാനുള്ള ഒരു ടെൻഡൻസി മനുഷ്യർക്ക് ജനറലി ഉണ്ട് എന്നാണ് ഓഥർ പറയുന്നത്. ഇൻ ദാറ്റ് വേ ഇഗ്നോറൻസ് പ്രൊഫൗണ്ട്ലി ചാനൽസ് ദ കോഴ്സ് വി ടേക്ക് ഇൻ ലൈഫ്. നോക്കൂ, അതൊരു നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ് അല്ലേ. ആ രീതിയിൽ നമ്മൾ സാധാരണ ഇങ്ങനെ പറയാം, നമ്മുടെ ടേസ്റ്റുകൾ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെയാണ് നമ്മുടെ ഗോൾസിനെ, അതുപോലെ തന്നെ നമ്മുടെ ഡെസ്റ്റിനി ഒക്കെ തീരുമാനിക്കുക എന്നാണ് പൊതുവിൽ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആയാലും എപ്പോഴും പറയാറ്, ടീച്ചേഴ്സ് ഒക്കെ പറയാറ്.
പക്ഷെ ഇവിടെ ഓഥർ അതിന് വേറൊരു രീതിയിൽ വേറൊരു ആംഗിൾ കണ്ടുകൊണ്ട് ഇങ്ങനെ പറയാണ്, എന്താണ്, നമ്മുടെ അജ്ഞതയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കോഴ്സ്, നമ്മുടെ ജീവിത പാതയെ നിർണയിക്കുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് അൺനോൺ അൺനോൺസ്, ഓക്കെ, അൺനോൺ അൺനോൺസ്, അറിയാത്ത സംഗതികൾ, അത് കൃത്യമായി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എനിക്കറിയില്ല. ആൻഡ് അൺനോൺ അൺനോൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഗ്രാൻഡ് സ്വാത്ത് ഓഫ് എവറിബഡീസ് ഫീൽഡ് ഓഫ് ഇഗ്നോറൻസ്. ഓക്കെ, ഈ അറിവില്ലായ്മകളാണ്, ഈ അജ്ഞതകളാണ് എന്താണ് ഒരു മനുഷ്യന്റെ ഫീൽഡ് ഓഫ് ഇഗ്നോറൻസിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫ്, ടു മീ അൺനോൺ അൺനോൺസ് എൻ്റർ അറ്റ് 2 ഡിഫറെന്റ് ലെവൽസ്. ഈ പറഞ്ഞ ഒന്നും അറിയാത്ത കാര്യങ്ങൾ എന്റെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ അതൊരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള രീതിയിലാണ് എഴുതുന്നത്. കണ്ടില്ലേ, ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസ് ആണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഐ, മീ, മൈ എന്നൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് അല്ലെ. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവ് ആണ്. എൻ്റർ അറ്റ് 2 ഡിഫറെന്റ് ലെവൽസ്. ദ ഫസ്റ്റ് ഇസ് അറ്റ് ദ ലെവൽ ഓഫ് റിസ്ക് ആൻഡ് പ്രോബ്ലം. റിസ്ക് അതുപോലെ പ്രോബ്ലം. ഒരു പ്രോബ്ലം വരിക, ഒരു പ്രോബ്ലം നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോഴും അല്ലെ അതിനെ സോൾവ് ചെയ്ത് പോകേണ്ടത് റിസ്ക് ആയി മാറുക. ഈ ഒരു അവസരത്തിലാണ് ഒന്നാമത്തെ ലെവലിൽ ഈ പറഞ്ഞ എന്റെ അജ്ഞതയെ ഞാൻ കാണുന്നത്, മുഖാമുഖം കാണുന്നത് എന്നാണ്. മെനി ടാസ്ക്സ് ഇൻ ലൈഫ് കണ്ടെയ്ൻ അൺസർട്ടനിറ്റീസ് ദാറ്റ് ആർ നോൺ. അപ്പൊ എന്താണ് ഇയാൾ ഈ അൺനോണിനെയും നോൺ അൺനോൺസിനെയും തമ്മിൽ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് പ്രശ്നമാണല്ലേ പാസേജ്. ഓക്കെ, ഈ അൺനോൺ അൺനോൺസിനെയും നോൺ അൺനോൺസിനെയും അയാൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. നോൺ അൺനോൺസ് എന്ന് പറയുന്നതും എന്താണ്, ചില അൺസർട്ടനിറ്റീസ് ഉണ്ട്. എല്ലാവരുടെ ലൈഫിലും പല അൺസർട്ടനിറ്റീസും ഉണ്ട് അല്ലെ. എന്താ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ? സർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നിശ്ചയമായും സംഭവിക്കുമെന്ന് ഉറപ്പുള്ളതിനെയാണ് സർട്ടനിറ്റി എന്ന് പറയാം. അൺസർട്ടനിറ്റിയോ, അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാത്ത ഒരു അവസ്ഥ, അതിനെയാണ് അൺസർട്ടനിറ്റി എന്ന് പറയാം അല്ലെ. അപ്പോ നോൺ ആയിട്ടുള്ള ചില അൺസർട്ടനിറ്റീസ് നമ്മുടെ ലൈഫിലുണ്ട്. ലൈക്ക് ഇപ്പോ മരണമായിരിക്കാം, അതല്ലെങ്കിൽ ഇപ്പം അങ്ങനെ നമ്മുടെ ലൈഫിന്റെ പല ഫേസസിലും നമ്മൾ മീറ്റ് ചെയ്യുന്ന പല ആൾക്കാരായിരിക്കാം, ജോലി, എല്ലാ സംഗതികളിലും ഈ തരത്തിൽ പല അൺസർട്ടനിറ്റീസും ഉണ്ട്. പക്ഷെ ഇതൊക്കെ എന്താണെന്ന് പറയുന്നത്? നോൺ അൺസർട്ടനിറ്റി ആണെന്നാണ് ഓഥർ പറയുന്നത്. ദീസ് ആർ പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് ഫോർ എനി വെഞ്ചർ, ബട്ട് ദേ അറ്റ് ലീസ്റ്റ് ആർ പ്രോബ്ലംസ് that people can be vigilant about, prepare for, take insurance on, and often head off at the pass. ഈ ഒരു സെന്റൻസ് കൃത്യമായി വായിച്ചാൽ ഇയാൾ പറയണ ഇയാളുടെ പ്രശ്നം എന്താ നമുക്ക് മനസ്സിലാവും. ഓക്കെ, എന്താണ് നോൺ അൺനോൺസിനെ പറ്റിയിട്ടാണ് ഇവിടെ ഈ ഒരു സെന്റൻസിൽ പറഞ്ഞത്. ഈ ഒരു സെന്റൻസിൽ ഓക്കെ, ഈ നോൺ അൺനോൺസിനെ നമുക്ക് ഒന്ന് വിജിലന്റ് ആയ, നമ്മൾ അലർട്ട് ആയി കഴിഞ്ഞാൽ നമുക്കതിനെ എന്താ പറയാ, അതൊരു പ്രോബ്ലമായി നമുക്ക് സംഭവിക്കുന്നതിന് മുൻപ് തന്നെ അതിന് ഒഴിഞ്ഞു മാറാമെന്നാണ് പറയുന്നത്. ലൈക്ക് ഇപ്പൊ ഒരു എക്സാം ആയിരിക്കും, എക്സാമിൽ നമുക്ക് ഫെയിൽ ആവുക അല്ലെങ്കിൽ ജയിക്കാതിരിക്കുക എന്നുള്ളത് അൺസർട്ടനിറ്റി ആയിരിക്കാം. നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ അത് നമുക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു തോൽവി ഒഴിവാക്കാലോ. ദാറ്റ് ഈസ് വൺ നോൺ അൺനോൺ. കൃത്യമായി നമുക്ക് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് ഇത്ര മാർക്ക് കിട്ടും നമുക്ക് പറയാൻ പറ്റും. We have prepared for the exam. So it is a known unknown. എക്സാമിന് പുറത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആൻഡ് ദെൻ ടേക്ക് ഇൻഷുറൻസ് ഓൺ. നമുക്കറിയാം എന്താണ്, ഇപ്പൊ ഒരു വാഹനത്തിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ എല്ലാ എന്താ പറയാ ഒരു പ്രിക്കോഷൻസും എടുത്താലും ഒരു പക്ഷേ ഒരു ആക്സിഡന്റ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിനൊരു പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിനെ നമുക്കൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊരു ഫിനാൻഷ്യലി നമുക്ക് ഇതാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഷുറൻസ് ഒക്കെ എടുക്കാൻ പറ്റും. ജീവൻ പോണേനെ അല്ല, നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും അല്ലെ. ആൻഡ് ഓഫൻ ഹെഡ് ഓഫ് അറ്റ് ദ പാസ്. അത് വരുന്ന സമയത്ത് ഒന്ന് നേരെ മാറി കളയാൻ പറ്റും ഇത്തരത്തിലുള്ള നോൺ അൺനോൺസിനെ. പക്ഷെ അൺനോൺസിനെ അത് ചെയ്യാൻ പറ്റില്ല എന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. അൺനോൺ റിസ്ക്സ് ഓൺ ദി അതർ ഹാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ മറിച്ച് ആർ പ്രോബ്ലംസ് ദാറ്റ് പീപ്പിൾ ഡു നോട്ട് നോ ദേ ആർ വൾനറബിൾ ടു. അതായത് ഈ നോൺ അൺനോൺസ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് നമ്മുടെ അൺകോൺഷ്യസ്ലി അല്ലെങ്കിൽ എന്താ പറയുക സബ്കോൺഷ്യസ്ലി നമുക്ക് അറിയാം. നമ്മൾ അതിനെ അഡ്രസ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അവിടെ അല്ലെ. ഇപ്പൊ ഒരു കല്യാണം അല്ലെങ്കിൽ ജോലി എന്നൊക്കെ പറയുന്നത് അത് സൊസൈറ്റി നമ്മൾ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു വിപത്തിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നോൺ അൺനോൺ ആണ്. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ വൾനറബിൾ ആയിട്ടുള്ള മറ്റു പല റിസ്കുകളെയും നമ്മൾ
അറിഞ്ഞിട്ടന്നില്ല. ഓക്കെ, അതിനെയാണ് അൺനോൺ അൺനോൺ എന്ന് പറയുന്നത്. Unknown unknowns also exist at the level of solutions. People often come up with answers to problems that are okay but are not the best solutions. ഇത്തരത്തിലുള്ള അൺനോൺ ആയിട്ടുള്ള പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ വളരെ കൃത്യമായിട്ട് ആൾക്കാർക്ക് എടുക്കാൻ സാധിക്കില്ല, ഏറ്റവും ബെസ്റ്റ് ആയിരിക്കില്ല, ഏകദേശം ഓക്കെ ആയിട്ടുള്ള സൊല്യൂഷനിലേക്കാണ് ആൾക്കാർ എത്താൻ സാധിക്കുന്നുള്ളൂ. The reason they don't come up with those solutions is that the reason, ഈ കൃത്യമായ സൊല്യൂഷൻ കൊണ്ട് അവർ എത്താത്തതിനുള്ള കാരണം എന്താണെന്ന് പറയുന്നത് is that they are simply not aware of them. എനിക്കറിഞ്ഞാലേ പറയാൻ പറ്റൂ, എനിക്കറിയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അതാണ് നമുക്ക് അറിവില്ലായ്മ തന്നെയാണ് അതിന്റെ കാരണം. എന്താല്ലേ, എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരാളെ ഇവിടെ കോട്ട് ചെയ്യുന്നുണ്ട്, ഒരാളുടെ പേര് പറയുന്നത് നോക്കൂ. സ്റ്റെഫാൻ ഫാക്സിറ്റ്സ് in his book Word Freak talks about this when comparing everyday Scrabble players to professional ones. Everyday Scrabble player, ഇതൊരു everyday, ഇത് അഡ്ജക്റ്റീവ് ആണ് ഇവിടെ. എവറിഡേ എന്നുള്ള ഈ വാക്ക് ഇവിടെ ആക്ച്വലി അഡ്ജക്റ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ നൗൺ ഏതാ അപ്പോ? സ്ക്രാബിൾ പ്ലെയേഴ്സിനെ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് എവറിഡേ സ്ക്രാബിൾ പ്ലെയേഴ്സ്. വെറുതെ അപ്പൊ നമ്മളൊരു ന്യൂസ് പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ക്രോസ് വേർഡോ അല്ലെങ്കിൽ അവർക്ക് വെറുതെ ഇങ്ങനെ കളിക്കുന്ന ആൾക്കാര്, അതല്ലാതെ നേരെ പ്രൊഫഷണൽ ആയിട്ട് കളിക്കുന്നവരും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് ഈ പറഞ്ഞ അൺനോൺ എന്നുള്ള ഒരു എക്സാമ്പിൾ കൊടുക്കുന്നത്. എന്താണ് പറയുന്നത്? As he says, as Stefan Fatsis says, in a way the living room player is lucky. ഒരു തരത്തിൽ ഈ ലിവിംഗ് റൂം പ്ലെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ആം ചെയർ ടോക്ക് എന്നൊക്കെ പറയും. ആം ചെയർ ടോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ആം ചെയർ നമുക്കറിയാം, ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു ചെയർ ആണ്. അത് എന്തിനാ നമ്മൾ യൂസ് ചെയ്യുക? വളരെ കാഷ്വൽ ആയിട്ടുള്ള ഇൻഫോർമൽ ആയിട്ടുള്ള ചർച്ചകൾക്കാണ് അങ്ങനെ ഇരുന്നിട്ട് ആൾക്കാർ സംസാരിക്കുള്ളൂ അല്ലെ. നേരെ മറിച്ച് വളരെ ഫോർമൽ ആയിട്ടുള്ള വളരെ അക്കാഡമിക് ആയിട്ടുള്ള അത്തരത്തിലുള്ള സംഗതികൾ എങ്ങനെ ഉണ്ടാവുക? ആം ചെയറിൽ നിന്നിട്ട് ആരും ചെയ്യില്ല, മനസ്സിലായി? അതുപോലെ തന്നെ ലിവിംഗ് റൂം പ്ലെയർ എന്ന് പറഞ്ഞാൽ വളരെ അലസമായി കളിക്കുന്ന ഒരാൾ. Actually, he is lucky. Why? He has no idea how miserably he fails with almost every turn. How many possible words or optimal plays slip by unnoticed. Do you understand how these words should be read with the proper modulation? നമുക്ക് ആ ഒരു ഈ സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കൃത്യമായി മനസ്സിലാക്കി ഇതിങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവണ്ടല്ലേ? നോക്കൂ. As he says, in a way, the living room player is lucky. He has no idea how miserably he fails. എന്ത് തോൽവിയാണ് അല്ലെ? എന്ത് തോൽവിയാണ് അയാൾക്ക് സംഭവിക്കുന്നതെന്ന് അയാൾക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം എന്താണ്? അയാൾക്ക് അത്ര വലിയ ഒരു എന്താ പറയാ, അത്രയും പദസമ്പത്ത് ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഓരോ ടേണിലും അയാൾ വളരെ മിസറബിളി ഫെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ഗ്രാവിറ്റി എന്തോരമുണ്ട്, അതിന്റെ ഡെപ്ത് എന്തോരാണെന്ന് അയാൾക്ക് മനസ്സിലാവുന്ന പോലും ഇല്ല. And how many words or optimal plays slip by unnoticed. എത്ര പ്ലേസ് അയാളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുതി പോകുന്നു എന്നുള്ളത് അയാൾ മനസ്സിലാക്കുന്നില്ല. The idea of Scrabble greatness doesn't exist for him. അതുകൊണ്ട് തന്നെ അതിൽ അങ്ങോട്ട് എക്സൽ ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഗതി അയാൾക്ക് പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കുറച്ചൊരു ഫിലോസഫിക്കൽ ടച്ച് ഉള്ള ഒരു സാധനം ആയതുകൊണ്ട് മുഴുവനായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ബട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. First question, what is the meaning of the phrase carte blanche in the first sentence? കണ്ടോ, അങ്ങനത്തെ ഒരു വാക്ക് നമ്മൾ കാണുകയാണെങ്കിൽ, ഈ പാസേജിൽ കാണുകയാണെങ്കിൽ ഉറപ്പിച്ചോളണം അത് ക്വസ്റ്റ്യൻ ആയിട്ട് എന്തായാലും വരും. ഓക്കെ, carte blanche in the first sentence. Adequate remuneration എന്നാണോ? എന്താ remuneration എന്ന് പറഞ്ഞാൽ? Adequate എന്ന് പറഞ്ഞാൽ എന്താ? മതിയായ ശമ്പളം, മതിയായ പേയ്മെന്റ്, remuneration നമ്മൾ ജോലി ചെയ്തതിന്റെ കൂലി, അതാണോ ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ adequate recognition, മതിയായ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ തിരിച്ചറിയാം, റെക്കഗ്നൈസ് ചെയ്യുക അല്ലെ? നമുക്കുള്ള എന്തായാലും പറയാ, ഇപ്പൊ പോപ്പുലാരിറ്റി, റെക്കഗ്നിഷൻ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ദെൻ കംപ്ലീറ്റ് ഫ്രീഡം, പൂർണ്ണമായ സ്വാതന്ത്ര്യം എന്നാണോ? ദെൻ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നാണോ? അഭിപ്രായ സ്വാതന്ത്ര്യം എന്നാണോ? നോക്കിയാ പാസേജിലേക്ക് ഒന്ന് തിരിച്ചു പോകാം. If I were given carte blanche to write about any topic I could. എന്തിനെ പറ്റി എഴുതാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം, complete freedom. So the answer is option C. Option C, complete freedom is our answer. Carte blanche. ഇപ്പോൾ വേറെ പറയുകയാണെങ്കിൽ if I were
ഇപ്പൊ പോലീസിന് കാർഡ് ബ്ലാൻഷ് പവർ ഉണ്ടെങ്കിൽ അവർക്ക് അത് ഏത് കേസും സോൾവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഡ് ബ്ലാൻഷ്, പൂർണ്ണമായ ആരും ഹിൻഡർ ചെയ്യാൻ വരരുത്, മുകളിൽ നിന്നുള്ള ഒരു തരത്തിലുള്ള ഇടപെടലും ഇല്ലാതെ ഒരാൾക്ക് തന്നെ പൂർണ്ണമായും കൺട്രോൾ എടുക്കാൻ പറ്റും. അതിനെയാണ് ഈ കാർഡ് ബ്ലാൻഷ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Second question, how does ignorance profoundly channel the course we take in life? എങ്ങനെയാണ് അജ്ഞത എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഗതിയെ, കോഴ്സ് എന്നുള്ളത് നമ്മുടെ ഈ പഠനത്തിന്റെ കോഴ്സ് മാത്രമല്ല, കോഴ്സ് ഓഫ് എ റിവർ, റിവറിന്റെ കോഴ്സ് എന്ന് പറഞ്ഞാൽ റിവർ പോകുന്ന വഴി, അതുപോലെ തന്നെ ജീവിത ഗതി, ഇതിനെ എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത് എന്നാണ്. പ്രൊഫൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡീപ്പായിട്ട്, വളരെ കാര്യമായിട്ട് എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ചോദ്യം. And the options: by giving carte blanche to write about any topic and failing to do what we ought to do. അതാണോ? ഇല്ല, it doesn't make any sense. Then by doing what we know and failing to do what we do not know. Then by saying one thing and doing the opposite in real life. നമുക്ക് ഈ പറഞ്ഞ ഓപ്ഷൻ എനെ പറ്റി നമ്മൾ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. Then ഓപ്ഷൻ സി, ഒന്ന് പറഞ്ഞ് മറ്റൊന്ന് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടില്ല, അല്ലെ? നമ്മുടെ പാസേജിൽ ഇല്ല. വേണമെങ്കിൽ തിരിച്ചു പോയിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാവുന്നതാണ്. Then ignorance makes our life miserable എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മിസറബിൾ എന്നുള്ള വാക്ക് ആകപ്പാടെ വന്നത് എവിടെയാണ്? എന്താ പറയുക, ഈ സ്ക്രാബിൾ ഗെയിമിനെ പറ്റി പറയുമ്പോഴാണ്. ആ ഗെയിമിൽ ഒട്ടും അറിയാത്ത ഒരാളെ സംബന്ധിച്ച് അയാൾ എന്ത് പരിതാപകരമായിട്ടാണ് തോൽക്കുന്നതെന്ന് അയാൾക്കറിയില്ല. ഹൗ മിസറബിളി ഹി ഫെയിൽസ്, അത് അയാൾക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. സോ ഒബ്വിയസ്ലി ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ബൈ ഡൂയിങ് വാട്ട് വി നോ ആൻഡ് ഫെയിലിംഗ് ടു ഡു വാട്ട് വി ഡു നോട്ട് നോ. അല്ലെ, നമുക്ക് അറിയാത്തൊരു കാര്യത്തിന്റെ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നേ ഇല്ല എന്ന് വിചാരിക്കും. അപ്പൊ ആ ഒരു പാത അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് ഫോളോ ചെയ്യാനുള്ള നിരവധിയായിട്ടുള്ള പ്രോബബിലിറ്റീസ് ഉണ്ടാവുമല്ലോ, നിരവധിയായിട്ടുള്ള അവസരങ്ങളെയാണ് നമ്മൾ അതിൽ നിന്ന് മുഖം തിരിയുന്നത്. മറിച്ച് നമുക്കറിയാവുന്ന കാര്യം, ആ ഒരു ദിശയാണ് നമുക്ക് പിന്നീട് അവസരങ്ങൾ തരുന്നതും നമ്മൾ അതിനെ പിന്തുടർന്ന് പോകുന്നതും. അല്ലെ, ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. Now, what is Scrabble play? What is Scrabble play? It is a word game. അല്ലെ, വേർഡ് ഫ്രീക്ക് എന്നുള്ള ബുക്കിലാണ് അത് വന്നിരിക്കുന്നത്. നോക്കിയോക്കൂ, സ്റ്റീഫൻ ഫാക്സിന്റെ വേർഡ് ഫ്രീക്ക് എന്നുള്ള ഗെയിം ഒരു ബുക്കിനകത്താണ് ഈ പറഞ്ഞ ലിവിംഗ് റൂം പ്ലെയറിന്റെയും പ്രൊഫഷണൽ പ്ലെയറിന്റെയും തമ്മിലുള്ള വ്യത്യാസം, എത്ര വേർഡ്സ് അയാൾക്ക് പോയി എന്നുള്ളതൊന്നും അയാൾ അറിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, സ്ക്രാബിൾ പ്ലേസ് എ വേർഡ് ഗെയിം. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇസ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഫ്രേസ്? ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം എനിക്ക് പറയാൻ തോന്നി. ഈ ഫ്രേസ്, അതുപോലെ സെന്റൻസ്, ദെൻ ക്ലോസ് എന്നുള്ളതിൻ്റെയൊക്കെ ഡിഫറൻസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ് ആൻഡ് മീനിങ് ഫുൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, അല്ലെ? അതിനെയാണ് സെന്റൻസ് എന്ന് പറയാം. മറിച്ച് ഫ്രേസ് ആണെങ്കിൽ എന്താണ്? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അതിലൊരു സബ്ജക്റ്റും വേർബും ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. കണ്ടോ, ഹെഡ് ഓഫ് അറ്റ് ദ പാസ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ സബ്ജക്റ്റും വേർബും, ഹെഡ് ഓഫ് എന്നുള്ളതിൽ ഉണ്ട്, വേർബ് ഉണ്ട്, പക്ഷെ സബ്ജക്റ്റ് ഇല്ല, അല്ലെ? നേരെ മറിച്ച് ക്ലോസ് ആണെങ്കിൽ അതിന് സബ്ജക്റ്റും വേർബും ഉണ്ടായിരിക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഫ്രേസ് ഹെഡ് ഓഫ് അറ്റ് ദ പാസ് ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ് മീൻ? എവിടെയാണ് അത് വരുന്നത്? നമുക്ക് നോക്കിയാലോ. നോക്കൂ, ഇവിടെ ദീസ് ആർ പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് ഫോർ എനി വെഞ്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നോൺ അൺനോൺസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്, അല്ലെ? ക്യാൻ ബി വിജിലന്റ് അബൌട്ട്. ഇഫ് യു ആർ വിജിലന്റ് അബൌട്ട്, വി ക്യാൻ ആക്ച്വലി എന്താണ് ഡിഫെൻഡ് ദീസ് നോൺ അൺനോൺസ്. ടാക്കിൾ ചെയ്യാൻ നമുക്ക് പറ്റും എന്തിനെ? ഈ നോൺ അൺനോൺസിനെ. ആൻഡ് വി ക്യാൻ ടേക്ക് ഇൻഷുറൻസ് ഓൺ ആൻഡ് ഓഫൻ ഹെഡ് ഓഫ് അറ്റ് ദ പാസ്. ഹെഡ് ഓഫ് അറ്റ് ദ പാസ്, ഇറ്റ്സ് എ വാട്ട്? ഹെഡ് ഓഫ് അറ്റ് ദ പാസ് എന്നുള്ളത് ഒരു ഫ്രേസ് ആണ്. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നമുക്ക് പറയുന്നുണ്ട്, അല്ലെ? അങ്ങനത്തെ ഒരു ഫ്രേസ് ആണ് ഹെഡ് ഓഫ് അറ്റ് ദ പാസ്. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്? Forestalling the potential problems, challenging ignorance and taking precautions. Challenging ignorance and taking precautions. അതാണോ? പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും എന്നാണോ അർത്ഥം ഹെഡ് ഓഫ് അറ്റ് ദ പാസ് എന്ന് പറഞ്ഞാൽ? Then facing the problems as and when we need them. Then succumbing to the unknowns in our life. Succumb ചെയ്യാന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുക, കീഴടങ്ങുക എന്നാണ്. അല്ല, കീഴടങ്ങുന്നതിനെ പറ്റിയല്ല ഇവിടെ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ഈ പറയുന്ന പ്രോബ്ലംസ് വരുമ്പോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ, വളരെ കൃത്യമായി അതിനെ തടഞ്ഞ് മാറിക്കളയാൻ നമുക്ക് സാധിക്കുമെന്നാണ് അതിന്റെ അർത്ഥം, ഹെഡ് ഓഫ് അറ്റ് ദ പാസിന്റെ അർത്ഥം.
which means option A is the correct answer. Forestall എന്ന് പറഞ്ഞാൽ എന്താ പറയാ, തടുക്കുക, ഡിഫെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് നമുക്ക് സംഭവിക്കാതെ അതിന് മാറിപ്പോവാൻ പറ്റുക, അതിനെയാണ് ഫോർസ്റ്റോൾ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ ഇസ് ആർ ആൻസർ. ഓക്കെ, now how do unknown unknowns enter at the level of solutions? How do unknown unknowns enter at the level of solutions? ഈ സൊല്യൂഷനെ പറ്റിയിട്ട് നമ്മൾ ആ പാസേജിൽ ഡിസ്കസ് ചെയ്തു. അപ്പൊ നോക്കിയൊക്കെ ഓപ്ഷൻസ് ജസ്റ്റ് വായിച്ചിട്ട് നമുക്ക് ഉത്തരം കിട്ടുന്നത് നോക്കാം. They present a lot of problems without solutions. സൊല്യൂഷൻസേ ഇല്ലാത്ത കുറെ പ്രോബ്ലംസ് ആണ് നമുക്ക് തരുന്നതെന്നാണോ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലെ, അങ്ങനെ പറഞ്ഞിട്ടില്ല. സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. People do not come up with the best solutions because they are unaware of them. അതാണോ പറഞ്ഞത്? Then option C, they present unknown risks to unknown problems. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ, unknown risk to unknown problems എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓഫ് കോഴ്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സൊല്യൂഷനെ പറ്റി നമ്മൾ ചോദിക്കുന്നത്. ദേ കമ്പൽ പീപ്പിൾ ടു ടേക്ക് ഇൻഷുറൻസ് അല്ല, ഇൻഷുറൻസിനെ പറ്റി പറയുന്നത് നോൺ അൺനോൺസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. അപ്പൊ അതുമല്ല, വിച്ച് മീൻസ് ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് അവലംബിക്കാവുന്ന ഒരു മാർഗം ഞാൻ ഇപ്പൊ കാണിച്ചത് എലിമിനേഷൻ മെത്തേഡ്. ഓരോ ഓപ്ഷൻ എടുത്ത് നോക്കി എലിമിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഉത്തരത്തിലെത്താം. എന്താ അവിടെ പറഞ്ഞത്? പീപ്പിൾ ഡു നോട്ട് കം അപ്പ് വിത്ത് ദ ബെസ്റ്റ് സൊല്യൂഷൻസ് ബിക്കോസ് ദേ ആർ അൺഅവെയർ ഓഫ് ദം. ദേ കം അപ്പ് വിത്ത് സം ഓക്കെ അല്ലെ, സോ ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് നമുക്ക് വരാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതിൽ ഏറ്റവും നല്ല സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് അറിയില്ല എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, സോ പാസേജ് 3യും നമ്മളിങ്ങനെ ആൻസർ ചെയ്തിരിക്കുകയാണ്. 1, 2, 3, 4, 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എല്ലാ പാസേജസിലും 5 ക്വസ്റ്റ്യൻസ് വെച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ആൻഡ് നൗ വി കം ടു ദ ക്ലോസിംഗ് പാസേജ്. അവസാനത്തെ പാസേജ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇതേപോലെ തന്നെ ഒരുമിച്ച് വായിച്ച് അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാം. A little local censorship is less of an evil compared to messages being fully scrubbed out from the public domain worldwide. എന്തിനെ പറ്റിയാ പറയണേ? സെൻസർഷിപ്പ് ഒരു കീവേഡ് ആണ്. ഇസ് ലെസ് ഓഫ് എൻ ഈവിൽ. എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ലെസ് ഓഫ് എൻ ഈവിൽ എന്ന് പറയണേ? എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ മെസ്സേജസ് ബീങ് ഫുള്ളി സ്ക്രബ്ഡ് ഔട്ട്. മെസ്സേജസിനെ ഒരു പബ്ലിക് ഡൊമൈനിൽ നിന്ന് വേൾഡ് വൈഡ് ആയിട്ട് എന്താ പറയാ റീച്ച് ഉള്ള ഒരു പബ്ലിക് ഡൊമൈനിൽ നിന്ന് മെസ്സേജസിനെ അതേപടി മുഴുവനായി എന്ന് പറിച്ചു കളയുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് എന്താണ്? ചെറിയ രീതിയിലുള്ള സെൻസർഷിപ്പ് ആണെന്ന് പറയുന്നുണ്ട്. ദെൻ that would seem to be the logic behind micro-blogging website Twitter's proposed system of reactively withholding tweets in a specific country when there is a valid request from a legal authority. ഓക്കെ, ഇപ്പൊ ഞാൻ മലയാളം പറയാണ്ട് തന്നെ ഞാൻ ഈ മോഡുലേഷൻ ഇത് വായിക്കാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് കീനായിട്ടിരിക്കുക, എന്നിട്ട് ഉത്തരം കിട്ടുന്നത് നോക്കാം. ഓക്കെ, എന്താണ് പറഞ്ഞത്? That would seem to be the logic behind micro-blogging website Twitter. ട്വിറ്ററിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്, മനസ്സിലായി. ട്വിറ്ററിന്റെ ഇത്തരത്തിലുള്ള സെൻസർഷിപ്പ് പോളിസി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പാസേജ് ആണെന്ന് മനസ്സിലായി. Of reactively withholding tweets in a specific country when there is a valid request from a legal authority. Under it, if such a request is received, some of the messages of users will go missing. Some of the messages of users will go missing on the service and only show up as a box declaring that they have been withheld. ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ അങ്ങനെ ഒരു സംഗതി നമ്മൾ കണ്ടിരുന്നു. എന്താണ് ദിസ് മെസ്സേജസ് അല്ലെങ്കിൽ ദിസ് പോസ്റ്റ് ഇസ് ഡിലീറ്റഡ് എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണിക്കാറുണ്ട് അല്ലേ? അത് എന്തുകൊണ്ടാണ്? ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോണ്ടന്റ് ആയതുകൊണ്ട് അത് എടുത്തു കളഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് നമ്മൾ കാണാറുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രൊവോക്കേറ്റീവ് ആയതുകൊണ്ടാണ് അങ്ങനെ പോവാറെന്ന് പറയുന്നു. എനിവേ, the jury is out on whether the new system will silence activists and campaigners already. Okay, ആക്ടിവിസ്റ്റിനെയും ക്യാമ്പയിനേഴ്സിനെയും ഇത് സൈലൻസ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ജൂറി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഓൾറെഡി സം യൂസേഴ്സ് ആർ ടോക്കിംഗ് ഓഫ് വർക്ക് അറൗണ്ട്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാം കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നോ, Twitter acquired a reputation for aiding mass protests and creating strong social networks. കണ്ടോ, കീവേഡ്സ് ആണ് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പോകുന്നത്. Notably in the Arab Spring and Occupy movements. Okay,
whether or not revolutionaries are fanned by determined people, even 140 characters with a strong message can be too much for authoritarian regimes. Whether or not revolutions are fanned by determined people, even 140 characters with a strong message can be too much for authoritarian regimes. ഈ വാക്കുകളൊക്കെ നിങ്ങൾ ഇനി പിന്നെയും നോക്കുക. നിങ്ങൾ ആൻസർ കിട്ടിയെന്ന് വെച്ചാലും പിന്നെയും ഈ പാസേജിൽ വന്നിട്ട് അതിന്റെ നിങ്ങൾക്ക് അറിയാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് കൃത്യമായിട്ട് ലേൺ ചെയ്ത് മനസ്സിലാക്കി പോകാൻ ശ്രദ്ധിക്കുക. കാരണം ഇതൊക്കെ തന്നെ ഒരു പക്ഷേ ഈ വാക്കുകളൊക്കെ നമുക്ക് എക്സാമിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം അല്ലെ. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ എന്താണ് അത് നമുക്ക് എളുപ്പമായിട്ട് തോന്നും അല്ലെ. പുതിയൊരു വാക്കായിട്ട് നമുക്ക് പകച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. Now, rulers in many countries are uncomfortable that Twitter is now a household name and its reach at 1 billion tweets put out every 4 days nightmarish. The actual effects of the micro-censorship are yet to unfold. Yet. Again, an adverb of time, yet to unfold. But activists have a point when they say internet giants are too willing to make compromises. Who are too willing? Internet giants are too willing to make compromises on online freedom. Online freedoms എന്ന് പറയുമോ എനിക്കറിയില്ല. ഓൺലൈൻ ഫ്രീഡം എന്നായിരിക്കും പറയാം. ഫ്രീഡം എന്നുള്ളത് അൺകൗണ്ടബിൾ ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഓൺലൈൻ ഫ്രീഡം ഇൻ റിട്ടേൺ ഫോർ എക്സ്പാൻഡഡ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മുടെ പാസേജ് കഴിഞ്ഞു. ഇതെന്തിനെ പറ്റിയാ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ട്വിറ്റർ അവരുടെ യൂസേഴ്സിന്റെ മെസ്സേജസ് അത് ലീഗൽ അതോറിറ്റിയിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ആവശ്യം റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ തടഞ്ഞു വെക്കുന്നതിനെ പറ്റിയിട്ടും ഓക്കെ അതിന്റെ മേലുള്ള പല പല ഇൻഫ്ലുവൻസസിനെ പറ്റിയിട്ടും അതെങ്ങനെയാണ് ഒരു റെവല്യൂഷനെയൊക്കെ സ്വാധീനിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടും അതുപോലെ ഈ ഇന്റർനെറ്റ് ജയൻസ് ഈ ഒരു കേസിൽ ആരുടെ കൂടെയാണ്, ഈ അതോറിറ്ററിയൻ ആയിട്ടുള്ള റെജിംസിന്റെ കൂടെയാണോ അതല്ലെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയാണോ അവർ നിൽക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അവർ നിൽക്കുന്നത്, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്തത്. Now we move to the questions. What kind of censorship is Twitter proposing? പ്രപ്പോസ് ചെയ്യുക, മുന്നോട്ട് വയ്ക്കുന്നത്. ട്വിറ്റർ മുന്നോട്ട് വയ്ക്കുന്ന സെൻസർഷിപ്പ് ഏത് തരത്തിലുള്ള ഒരു സെൻസർഷിപ്പ് ആണ്? Fully scrubbing out evil messages from public domain or withholding tweets in countries on specific requests from legal authorities. Objectionable messages will be placed in a box, then withholding tweets from specific countries. എന്താണ് ആൻസർ? നമ്മൾ അതിനെ പറഞ്ഞു എന്താണ്, ഫുള്ളി മെസ്സേജസ് സ്ക്രബ് ഔട്ട് ചെയ്യാതെ പിന്നെന്താണ് യൂസേഴ്സിന്റെ ട്വീറ്റ് ലീഗൽ അതോറിറ്റിയിൽ നിന്ന് റിക്വസ്റ്റ് പ്രകാരം ഈ സെന്റൻസ് ഇവിടെയാണ് അല്ലെ, വാലിഡ് റിക്വസ്റ്റ് ഫ്രം എ ലീഗൽ അതോറിറ്റി ഉണ്ടെങ്കിൽ ഈ ട്വീറ്റ്സിനെ വിത്ത്ഹോൾഡ് ചെയ്യാം എന്നാണ് പറയുക. അപ്പോൾ ഓപ്ഷൻ ആൻസർ ഇസ് ദ ഓപ്ഷൻ ബി, വിത്ത്ഹോൾഡിംഗ് ട്വീറ്റ്സ് ഇൻ കൺട്രീസ് ഓൺ സ്പെസിഫിക് റിക്വസ്റ്റ് ഫ്രം ലീഗൽ അതോറിറ്റി. അതാണ് ട്വിറ്റർ പ്രപ്പോസ് ചെയ്യുന്നത് പറയുന്നത്. Now the second question. മനസ്സിലായല്ലോ മറ്റൊരു എന്തുകൊണ്ടാണ് വരാത്തെന്ന് പറയാം. ഫുള്ളി സ്ക്രബിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, മെസ്സേജസ് കംപ്ലീറ്റ്ലി എടുത്തു മാറ്റുക എന്നുള്ളതൊക്കെയാണ്. അതൊന്നും അല്ല, ഇതാണ് ഈ പറഞ്ഞ വിത്ത്ഹോൾഡിംഗ് ആണ്. അതും ലീഗൽ ആയിട്ടുള്ള അതോറിറ്റിയുടെ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പാസേജിൽ പറഞ്ഞിരിക്കുന്നത്. Now the second question is, the jury is out on whether the new system will silence activists and campaigners. ആ ഒരു സെന്റൻസിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കൂ. The legal authorities are considering whether the new system will silence activists and campaigners. ലീഗൽ അതോറിറ്റീസ് ഇതിനെപ്പറ്റി പഠിക്കുന്നുണ്ട് എന്നാണോ? ലീഗൽ അതോറിറ്റി ഇതിനെപ്പറ്റി പഠിക്കുന്നുണ്ട് എന്നാണോ? Whether the new system will silence activists and campaigners അതാണോ പറയുന്നത്? 1 minute, നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. Okay. The judges in totalitarian countries want this system to silence activists and campaigners. അങ്ങനെയാണോ പറയുന്നത്? ജഡ്ജസിന്റെ ആവശ്യം ഇതാണ്. ടൊട്ടാലിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ടൊട്ടാലിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, എന്താ പറയുക, ജനാധിപത്യം ഇല്ലാത്ത, അടിച്ചമർത്തൽ ഒരു ഭരണമൊക്കെ നിലനിൽക്കുന്ന കൺട്രീസിലെ ന്യായാധിപന്മാർ ഇത് ആഗ്രഹിക്കുന്നു. അതായത് എന്താണ്, ആക്ടിവിസ്റ്റ് ക്യാമ്പയിനേഴ്സ് ഒക്കെ ഈ ഒരു കാര്യം കൊണ്ട്, ട്വിറ്ററിന്റെ ഈ ഒരു പ്രപ്പോസൽ കൊണ്ട് അവരും ഉണ്ടായിരിക്കണം എന്ന് അവർ ഉദ്ദേശിക്കുന്നതാണോ? അല്ല അല്ലെ, എന്തായാലും അല്ല.
Now, it is not certain whether the new system will silence activists and campaigners. അതാണോ നമ്മളോട് ഈ ഒരു സെന്റൻസിന്റെ അർത്ഥമാണ് ചോദിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു അർത്ഥം വരില്ല. Then the rulers in democratic countries are considering whether the new system will silence activists and campaigners എന്നാണോ? അല്ല, ജൂറി എന്നുള്ള വാക്ക് പറഞ്ഞാൽ എന്താ? ജൂറി എന്നാലും റൂളേഴ്സ് എന്നല്ല അർത്ഥം അല്ലെ. പിന്നെന്താണ്? ലീഗൽ അതോറിറ്റീസ്. ലീഗൽ അതോറിറ്റീസിനെയാണ് നമ്മൾ ജൂറി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവര് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പല എഫക്റ്റിനെ പറ്റിയും റാമിഫിക്കേഷൻസിനെ പറ്റിയിട്ടും അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ആലോചിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. Now, what role did Twitter play in the Arab Spring and Occupy movements? എന്താണ് ട്വിറ്റർ അവരുടെ ഒരു റോൾ എന്തായിരുന്നു ഈ പറഞ്ഞ മൂവ്മെന്റ്സിൽ എന്നാണ് ചോദ്യം. It aided mass protests and created strong social networks for the success of these movements. ഇതാണോ? Then it provided with 140 characters for the success of the movements. ഇതാണോ? Then it supported the Arab Spring movement but opposed the Occupy movement. It extinguished the spirit of the movements in 140 characters. എന്തായാലും ഓപ്ഷൻ ഡി എല്ലാം നോട്ട് നമുക്ക് മനസ്സിലായി. നമുക്കൊന്ന് പാസേജിലേക്ക് തിരിച്ചു പോവാം. ഇതാ ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ലാസ്റ്റ് സെന്റൻസ് നോക്കൂ. Twitter acquired a reputation for aiding mass protests and creating strong social networks, notably in the Arab Spring and Occupy movements. So the answer is clear. എന്താണ് ഇതാ ഫസ്റ്റ് ഓപ്ഷൻ എ. It aided mass protests and created strong social networks. നമുക്കറിയാലോ പല ഹാഷ്ടാഗ് വിപ്ലവം എന്നൊക്കെ പറഞ്ഞിട്ട് പലരും തള്ളിക്കളയുമെങ്കിലും പല വോക്സ് ഓഫ് ലൈഫിൽ നിന്ന്, പല ജോഗ്രഫിയിൽ നിന്നുള്ള ആൾക്കാരെ ഒരു കോസിന് വേണ്ടി ഒരുമിപ്പിക്കാൻ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയക്കുള്ള പങ്ക് വളരെ വലുതാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ സം യൂസേഴ്സ് ഓഫ് ദ ട്വിറ്റർ ആർ ടോക്കിംഗ് അബൌട്ട് വർക്ക് അറൗണ്ട്സ് അല്ലെ. വർക്ക് അറൗണ്ട്സ് എന്നൊരു വാക്ക് ഇവിടെ. ദിസ് മീൻസ് ദാറ്റ് ദേ ആർ, അതായത് ഈ ട്വിറ്റർ ഈ പറഞ്ഞ മെസ്സേജസ് വിത്ത്ഹോൾഡ് ചെയ്യും എന്നുള്ളൊരു സംഗതി വരുമ്പോ നമ്മളിവിടെ വായിച്ചു. The jury is out on whether the new system will silence activists and campaigners. Already some users are talking of workarounds. എന്താ ഉദ്ദേശിക്കുന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കൂ. പ്ലാനിങ് ടു ട്വീറ്റ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. അതെങ്ങനെയാ? ട്വീറ്റ് ചെയ്താൽ ഇങ്ങനെ മെസ്സേജസ് വിത്ത്ഹോൾഡ് ചെയ്യപ്പെടും, പിന്നെ അതെന്തായാലും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതെല്ലാം മനസ്സിലായി. Then planning to solve or avoid the problem. Solve or avoid the problem അങ്ങനെയല്ലല്ലോ. ഇതിനെന്തായാലും ഒരു വർക്ക് അറൗണ്ട്, മറ്റൊരു എന്താ പറയാ, വേറൊരു വഴി, വേറൊരു മാർഗം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പ്രോബ്ലംസിനെ അവോയ്ഡ് ചെയ്യാനല്ല പറയുന്നത്. Then planning to use other media for propagating their views or planning to tweet from countries where no censorship is enforced. എന്നാ പിന്നെ നമ്മുടെ രാജ്യത്ത് പറ്റില്ല, അതുകൊണ്ട് വേറെ രാജ്യത്ത് പോയിരുന്നിട്ട് നമുക്ക് ട്വീറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെയാണോ? അല്ല, ഇതുമല്ല. സോ ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. മറ്റേതെങ്കിലും മീഡിയ പ്രകാരം നമുക്കിതിനെ നമ്മുടെ വ്യൂസ്, നമ്മുടെ കാഴ്ചപ്പാടുകളെ ഷെയർ ചെയ്യാം എന്നാണ് വർക്ക് അറൗണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോ വാട്ട് ഇസ് ദി ആറ്റിറ്റ്യൂഡ്? ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ആയി? 1 2 3 4 അല്ലെ 5. What is the, so this is the last question for this video. What is the attitude of the internet giants towards censorship according to the activists? ആക്ടിവിസ്റ്റിന്റെ, ഓക്കെ, ജൂറിയുടെയോ അല്ലെങ്കിൽ അതോറിറ്റേറിയൻ റെജിംസിന്റെയോ കാഴ്ചപ്പാടിലല്ല ചോദിക്കുന്നത്, അക്കോർഡിംഗ് ടു ദി ആക്ടിവിസ്റ്റ്. ഓക്കെ, ആക്ടിവിസ്റ്റിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇന്റർനെറ്റ് ജയൻസിന് സെൻസർഷിപ്പിനോടുള്ള ആറ്റിറ്റ്യൂഡ്, അവരുടെ ഒരു മനോഭാവം എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കൂ. 1, they are worried that such a move will adversely affect their revenue. അവരുടെ റവന്യൂയെ, അവരുടെ വരുമാനത്തെ അത് ബാധിക്കും എന്നാണോ പറയുന്നത്? Then they are worried that such a move will curtail the freedom of expression. അല്ലെ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ അത് മുറിവേൽപ്പിക്കും അല്ലെങ്കിൽ അത് ചുരുക്കും എന്നുള്ള ഗംഭീരമായി അവരെ വെറി ചെയ്യുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും ഇല്ല അല്ലെ. Then they are willing to compromise for greater financial gains. Then they are worried that such a move will help the totalitarian governments. അത് ടൊട്ടാലിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഗവൺമെന്റിനെ സഹായിക്കും എന്നുള്ള പേരിൽ അവർക്ക് വിഷമമുണ്ടോ അല്ലെങ്കിൽ പേടിയുണ്ടോ? അത് തീർച്ചയായിട്ടും ഇല്ല. പിന്നെന്താണ്? അഫക്ട് ദെയർ റവന്യൂ എന്നുള്ളതും ഇല്ല, കാരണം അവർ അത് ഇമ്പോസ് തന്നെയാണ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി. ദേ ആർ വില്ലിംഗ് ടു കോംപ്രമൈസ് ഫോർ ഗ്രേറ്റർ ഫിനാൻഷ്യൽ ഗെയിൻസ്. ഓക്കെ,
ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. നമ്മളിപ്പോൾ 4 പാസേജസ് ആണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസും വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയും അതിന്റെ ആൻസർ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം തന്നെ ഐ റിപ്പീറ്റ്, ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള പാസേജസ് ആണ്. ഓക്കെ, അപ്പൊ അത് നമുക്കറിയാം ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിനകത്തല്ല അപ്പോൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ വന്നിട്ടുള്ളത്, മറിച്ച് ഇതൊക്കെ ഒബ്ജക്റ്റീവ് പേപ്പറിനകത്ത് തന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ പാസേജസ് ആണ്. അപ്പൊ ഇനി അങ്ങനെ തന്നെയാണോ ഉണ്ടാവുക, അതായത് ഒബ്ജക്റ്റീവ് പേപ്പറിൽ തന്നെ ഒബ്ജക്റ്റീവ് പേപ്പറിലും റീഡിംഗ് കോംപ്രിഹെൻഷന്റെ ക്വസ്റ്റ്യൻസ് വരുമോ എന്നൊന്നും നമുക്കറിയില്ല. അത് ഡിസ്ക്രിപ്റ്റീവിൽ വരുന്നതും കൊണ്ട് ഒരുപക്ഷെ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ഈ പറഞ്ഞ പോലെ വൊക്കാബുലറി പവർ നല്ലോണം വേണം. നമുക്ക് മനസ്സിലായി, ഈ പറഞ്ഞ പോലെ കാര്യങ്ങളെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. വളരെ കൺഫ്യൂസിങ് ആയിട്ട് ശരിയാണെന്ന് തോന്നുന്ന 1, 2, 3 ഓപ്ഷൻസ് നമുക്ക് ഈ കോംപ്രിഹെൻഷനിലെ ക്വസ്റ്റ്യൻസിലും ഉണ്ടാവാം. അതുകൊണ്ട് കൃത്യമായി ഇരുത്തി വായിച്ച് ഇത് ഫുള്ളായി മനസ്സിലാക്കിയിട്ട് മാത്രം അതിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനൽ ഡെയിലി ക്വിസ് കൃത്യമായിട്ട് പോകുന്നുണ്ട്, GK-യുടെയും അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെയും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്തിട്ട് ക്വിസസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ട്രേസിയും അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റേജ് ഇതേപോലത്തെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവിന്റെ ബാക്കി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ കാണാം. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺ ടു അവർ ചാനൽ ആൻഡ് ബൈ ബൈ.